ഗുഡ് മോർണിംഗ്. ഒന്ന് പരിചയപ്പെടാല്ലേ നമുക്കൊന്ന്, അപ്പോഴത്തേക്ക് ആൾക്കാരെങ്കിലും വന്നോണ്ട് വരട്ടെ അല്ലെ. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാവശ്യം പറയുന്ന കേട്ടില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. അതുകൊണ്ടാ ചോദിച്ചത്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തകർത്തു എന്നാ കേട്ടെ. പാസ് മാർക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഒക്കെ സംശയമൊന്നുമില്ല അല്ലെ. പ്ലസ് വണ്ണിൽ എന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലസ് വണ്ണിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ പിന്നെ പ്ലസ് ടു പേടിക്കേണ്ടതാ പറയുന്നത്, ശരിയല്ലേ? ഡബിൾ പാസ് ഒക്കെ ഓൾറെഡി കിട്ടിയ ആൾക്കാരാണോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഓൾ ദി ബെസ്റ്റ് പറയാല്ലേ, പ്രാർത്ഥിക്കാം നല്ല റിസൾട്ട് എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് എന്റെ പേര് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. എന്റെ പേര് ജസ്വിൻ. ഓക്കെ, മാത്സ് ആണ് സബ്ജക്ട്. പ്ലസ് വൺ പ്ലസ് ടുവിലെ മാത്തമാറ്റിക്സ് നമുക്ക് ഒന്നുകൂടെ ഓർമ്മയിലോട്ടൊന്ന് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്ററിനും 1.5 മണിക്കൂർ സമയമാണ് ഉള്ളത്. അതായത് നിങ്ങൾ 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മൾ 9 ദിവസം കൊണ്ട് തീർക്കുക. ഓക്കെ, ക്രാഷിന് വന്നുള്ളതേ ആണല്ലോ എന്റെ അർത്ഥം. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഒരു ചാപ്റ്റർ 1.5 മണിക്കൂർ. അതാട്ടോ നമ്മുടെ കൺസെപ്റ്റ്. എവിടെയും ചെന്നാലും ക്രാഷ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, നമ്മളെ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലേ അതെല്ലാം. എത്ര നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചത്? 1 മാസം കൊണ്ടൊക്കെ പഠിപ്പിച്ചതായിരിക്കും. നമ്മളത് ഇവിടെ 1.5 മണിക്കൂർ കൊണ്ട് തീർക്കുന്നു. അതാണ് ക്രാഷ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഓക്കെ, കാരണം നമ്മളിങ്ങനെ ഒത്തിരി നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ സ്കൂളിലൊക്കെ 1.5 മാസം കൊണ്ട് പഠിച്ച ചാപ്റ്ററൊക്കെ 1 മണിക്കൂർ ടീച്ചർ തീർത്തല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ക്രാഷ് മീൻസ് അതാണ്, ഓരോ ദിവസങ്ങളും 3 ചാപ്റ്റേഴ്സ് വെച്ചായിരിക്കും ഡീൽ ചെയ്യുന്നത്. അശ്വം പറഞ്ഞായിരുന്നോ? കപ്പൽ വാങ്ങിച്ചോളൂ. ഓക്കെ. അപ്പൊ എന്റെ പേര് പറയുമായിരുന്നു. പേര് ജസ്വിൻ എന്നാണ് പേര്. മാത്സ് ആണ് സബ്ജക്ട്. ഞാനൊരു കദലിക്കാടാണ് എന്റെ വീട്. അവിടെ തന്നെ ഒരു സ്കൂളുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ദിവസങ്ങൾ ഇതുപോലെ ക്രാഷിന്റെ എൻട്രൻസിന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്. പ്ലസ് 1 പ്ലസ് 2 ട്യൂഷൻ, ബിടെക് ട്യൂഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഓക്കെ, പേരെല്ലാരും കേട്ടല്ലോ, ജസ്വിൻ. ഇനി നിങ്ങളുടെ പേര് പറയാമോ? ഇയാളുടെ പേര് ഇർഫാന്റെ സ്കൂള് ജയകേരള പെരുമ്പാവൂരാണോ? പെരുമ്പാവൂർ. ഓക്കെ. അഫ്നാൻ, അൻസലിന്റെ വീട് മുളവൂര്. ഓക്കെ, മുളവൂര്. റയാൻ എവിടെ പഠിക്കും? നിങ്ങൾ രണ്ടുപേരും SNDP യിലാണോ പറഞ്ഞത്? രണ്ടുപേരും SNDP അല്ലേ? ഓക്കെ, ഞാൻ SNDP BEd കോളേജിലാണ് BEd പഠിച്ചത്. അതുകൊണ്ട് സ്കൂളും കോളേജൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തുടങ്ങുന്നത് പ്ലസ് 1 പോർഷൻ ആണ്. പ്ലസ് 1ൽ നിങ്ങൾ ആദ്യം പഠിച്ച മാത്സിന്റെ ചാപ്റ്റർ ആണെന്ന് ഓർക്കുന്നുണ്ടോ? പുതിയ ഒരു പ്ലസ് 1ൽ നമ്മൾ വന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ട് പുതിയൊരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത്. ഫ്രഷ് ആയിട്ടൊരു ചാപ്റ്റർ, സെറ്റ്സ് അല്ലെ? സെറ്റ്സ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സെറ്റ്സ് എന്നൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയേക്കാം അല്ലെ? എന്താണ് സെറ്റ് നിങ്ങളുടെ അഭിപ്രായത്തില്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളുടെ പേര് ചോദിച്ചായിരുന്നോ? റിയാൻ. ഓക്കെ, റിയാൻ പറഞ്ഞ എന്താ സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ വലിയ ചീട്ട് കളിക്കുന്ന ഒരു സെറ്റൊക്കെ കളിക്കുന്ന ആൾക്കാർ, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ അല്ലെ? കുറച്ച് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എന്താ നമ്മൾ കോമയിട്ട് എഴുതുന്നു, അത് 2 ചിഹ്നത്തിന്റെ ഉള്ളിലാണ് ആക്കുന്നു. അതാണ് എന്ത്? സെറ്റ്. പക്ഷെ എന്തെങ്കിലും കുറച്ച് നമ്പേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ലെറ്റേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ സിമ്പിൾസിന് വെറുതെ കോമറ്റ് ചെയ്ത് സെറ്റ് ആവുമോ? അവിടെയും നമ്മളൊരു പക്ക ഡെഫിനിഷൻ പഠിച്ചിട്ടാ പോകുന്നത്. A set is a collection of well defined objects എന്നാ പഠിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ അതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞായിരിക്കും വെൽ ഡിഫൈൻഡിന്റെ താഴെ ശരിക്കും അണ്ടർലൈൻ ചെയ്തായിരിക്കും സാർമാരും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചത്. കാരണം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നല്ല നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് എന്നാ പറയുന്നത്. ശരിയല്ലേ? എന്താ ഈ വെൽ ഡിഫൈൻഡ് എന്ന് അർത്ഥമാക്കുന്നത്? എന്താ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത് എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങ് പറയുവാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഞാൻ പറയുവാണ് സെറ്റിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങ് പറയുവാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ സെറ്റ് ഏതൊക്കെയാ വരിക അതിന്റെ ഉള്ളില്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ സെറ്റ് ആണ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ആരൊക്കെയായിരിക്കും?
എ ബി സി ഡി അപ് ടു ഇസഡ് വരെ വരും. ശരിയല്ലേ? അപ്പൊ ഞാനിപ്പോ അഫ്നാനോട് ചോദിച്ചു, അപ്പൊ അഫ്നാൻ പറയും ഈ സെറ്റ് എന്നോട് പറയുള്ളൂ. റയാനോട് ചോദിച്ചു, റയാന് ഈ സെയിം ആൾക്കാർ തന്നെ പറയുള്ളൂ. ഞാൻ അമേരിക്ക ചെന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു ഇംഗ്ലീഷ് ആൽഫബറ്റ് സെറ്റ് പറയാമോ മോനെ, ആ മോൻ എന്ത് തന്നെ പറയും? എ ബി സി ഡി അപ് ടു ഇസഡ് പറയും. ഓക്കെ, ഞാൻ സൗത്ത് ആഫ്രിക്ക ചെന്ന് ചോദിച്ചു, രാവിലെ ചെന്ന് ചോദിച്ചു ഒരാളോട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് വെച്ച സെറ്റ് പറയാൻ പറയും എ ടു ഇസഡ് വരെ പറയും. ഉച്ചയ്ക്ക് ചോദിച്ചു, രാത്രിയിലും ചോദിച്ചു. എവിടെ ചെന്ന് ആരോട് എപ്പോ ചോദിച്ചാലും അവരെന്തേ പറയുള്ളൂ? ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ സെറ്റ് എന്ന് പറയുന്നത് എ ബി സി ഡി അപ് ടു ഇസഡ് വരെ പറയും. അല്ലാതെ ആരെങ്കിലും മാറ്റി പറയുമോ? ഓക്കെ, മാറ്റി പറയുവാണെങ്കിലും ആരും പറയില്ല. ഓക്കെ, അപ്പൊ എവിടെ ചെന്ന് പറഞ്ഞാലും, ഏത് നേരത്തെ ചെന്ന് ചോദിച്ചാലും, ഏത് കാലത്ത് ചെന്ന് ചോദിച്ചാലും അവർ പക്ക സെയിം ഉത്തരല്ലേ പറയുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, എന്ത് കണ്ടീഷൻ അവിടെ ഉണ്ട്? വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ഉണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കളക്ഷനുകളെ മാത്രം നമ്മൾ എന്തെന്ന് വിളിക്കത്തുള്ളൂ? സെറ്റ് എന്ന് വിളിക്കത്തുള്ളൂ. പറയുന്ന കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇനി വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സെറ്റ് ആണോ അല്ല നിങ്ങൾ പറയണം. ഓക്കെ, റയാൻ, ഞാൻ പറയുവാണ് റയാൻ ഭയങ്കര സുന്ദരനാണ്. റയാൻ ഭയങ്കര സുന്ദരനാണ്. ഞാൻ സെറ്റ് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് സെറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ പറയുക. റയാൻ ഭയങ്കര സുന്ദരനാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. ഓക്കെ, ഇനി അത് ഞാൻ ഇർഫാനോട് ചോദിക്കുവാണ്, ഇർഫാൻ അഭിപ്രായം എന്താ? റയാൻ സുന്ദരനാണോ അല്ലയോ? ഇർഫാന്റെ ഒരു കാഴ്ചപ്പാട് നോക്കിയിട്ടൊന്ന് പറഞ്ഞു. അൻസൽ എന്ന് പറഞ്ഞു, അൻസലിന്റെ അഭിപ്രായം എന്താ? എന്തോ സുന്ദരനാണ്. അഫ്നാന്റെ അഭിപ്രായം എന്താ? കുഴപ്പമില്ല. അവിടെ മാറി കേട്ടോ, സുന്ദരനാണ്, കുഴപ്പമില്ല. ഇനി വേറെ ഇങ്ങനെ അമേരിക്കക്കാരൻ ചോദിക്കുക, ഈ റയാനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ്, ബ്യൂട്ടിഫുൾ ആണോ, സുന്ദരനാണോ അല്ലെങ്കിൽ ഹാൻസം ആണോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ചിലരെന്ത് പറയും? ഭയങ്കര സുന്ദരനാണോ പറയും. ചിലര് പറയും കേടില്ല, ചിലര് പറയും കൊള്ളത്തില്ല എന്ന്. ഓക്കെ, അപ്പൊ പല നാട്ടിലും എന്ത് പറയും? പല പല ഉത്തരങ്ങൾ അവിടെ വന്നു. ശരിയല്ലേ? എന്റെ ആ ചോദ്യത്തിന് അവിടെ എന്ത് വന്നു? ഒരു ഉത്തരവാണ് വന്നത്, പല പല ഉത്തരങ്ങൾ വന്നു. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ റയാൻ സുന്ദരനാണ് എന്ന് ഞാൻ പറഞ്ഞ സെന്റൻസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഒരു സെറ്റിന് എക്സാമ്പിൾ ഒന്നും പറയാൻ പറ്റുമോ? അതൊരു സെറ്റ് ആവുമോ? അവിടെ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന കാര്യം സംഭവിച്ചോ? വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ അത് എപ്പോ പറഞ്ഞാലും എന്തായിരിക്കണം? ശരിയായിരിക്കണം, ഒരേപോലെ പറയണം. ഇവിടെ ഉത്തരങ്ങൾ എന്തായി? പല പല രീതിയിൽ മാറി. ഓക്കെ, ഉത്തരം പലതായാൽ അതെന്താവില്ല? സെറ്റ് ആവില്ല. ഓക്കെ, ഇനി ഞാൻ പറയുവാണ്, എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഞാൻ പറയുവാണ് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എറണാകുളമാണ്. ഞാൻ പറയുവാണ് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എറണാകുളമാണെന്ന് ഞാൻ പറയുവാണ്. അപ്പൊ റയാൻ ചരിത്രം പറയുള്ളൂ. അപ്പൊ തിരുവനന്തപുരം എന്നാ കൊള്ളത്തില്ലേ? അത് നല്ലതല്ലേ? ഉടനെ അഫ്നാൻ പറയുവാണ് അന്ന് എനിക്ക് കോഴിക്കോട് ഇഷ്ടം. അവിടെയും എന്ത് സംഭവിച്ചു? പല പല ഉത്തരങ്ങള് വന്നു. അപ്പോൾ അതൊരു സെറ്റ് ആവോ? ഇല്ല. ഓക്കെ, ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഞാൻ പറയുവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഞാൻ പറയുവാണ്. ഞാൻ പറഞ്ഞു കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ലേ? അതിപ്പോ നിങ്ങൾ ആരോട് വെച്ചിട്ടുള്ള അസൈമത്വം തന്നെയല്ലേ പറയത്തുള്ളൂ. അപ്പൊ ആ സമയം ഇപ്പൊ ഈ നമ്മൾ കറക്റ്റ് സിറ്റുവേഷനിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. ആര് പറഞ്ഞാലും എന്താണ്? ശരിയാണ്. അപ്പൊ അത് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അവിടെ ഉണ്ടാവണം. ഓക്കെ, ആ ഒരു വേർഡ് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ആയിരിക്കണം എന്ത്? സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ സെറ്റ് എങ്ങനെയാണ് സെറ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ആ ഒരു കാര്യം ആദ്യം തന്നെ അറിയുക. ഓക്കെ, ഇനി സെറ്റുകൾ തന്നെ നമ്മൾ സെറ്റിനെ സാധാരണ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സെറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ മാത്തമാറ്റിക്സ് ആയിട്ട് റിലേറ്റ് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെറ്റുകളാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ നോക്കിക്കേ, എപ്പോഴും നമ്മളൊരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി അതിൽ എലമെന്റ്സ് നമ്മൾ എപ്പോഴും എഴുതുന്നത് 1, 2, 3. സെറ്റില് 3 എലമെന്റ്സ് ആണോ എന്ന് വിചാരിക്കാം. 1 കഴിഞ്ഞു, ആദ്യത്തെ എലമെന്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്തിട്ടു? കോമ. രണ്ടാമത്തെ എലമെന്റ് എഴുതി, കോമ ഇട്ട് മൂന്നാമത്തെ എലമെന്റ്. ഓക്കെ, ഇതിന് എന്ത് ചെയ്തു? സെറ്റ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അതിന് 2 ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആക്കുന്നു. ഓക്കെ, ബ്രേസസ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ സെറ്റ് എപ്പോഴും എന്തായിരിക്കും? കുറച്ച് നമ്പേഴ്സ് എന്തിട്ട് കോമ ഇട്ട് എഴുതി, അതിന് ശേഷം അതിനെ ഈ ബ്രേസസിന്റെ ഉള്ളിൽ നമ്മൾ എന്താക്കി? ക്ലോസ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് നമുക്ക് സാധാരണ എന്ത് ചെയ്യാറുള്ളത്? സെറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൺ എ ബി സി. നോക്കിക്കേ, സെറ്റ് ഓഫ് എ
ബി സി. അപ്പൊ സെറ്റിന്റെ ഉള്ളിലെ എലമെന്റ്സിന് നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളൂ. സെറ്റിനെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചും സെറ്റിലെ എലമെന്റ്സിനെ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് വെച്ചാണ് എന്ത് ചെയ്യാറുള്ളൂ, സൂചിപ്പിക്കാറുള്ളൂ. പിടികിട്ടിയോ? ഓക്കെ, വീണ്ടും ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്. സെറ്റിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എലമെന്റ്സ്. എലമെന്റ്സ് സെറ്റിലെ എലമെന്റ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ മെമ്പേഴ്സ് ആണ്. എലമെന്റ്സ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ എന്താണ്? എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, വീണ്ടും അടുത്തൊരു ടേം എന്ന് പറയുന്നത് നോക്കിക്കേ, n ഓഫ് എ. n ഓഫ് എ n ഓഫ് എയുടെ അർത്ഥം അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ആ എണ്ണത്തെയാണ് നമ്മൾ പറയുന്നത് n ഓഫ് എ. n ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ എ ബി സെറ്റ് എന്ന് പറഞ്ഞിരിക്കുക. സെറ്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, വീണ്ടും ഇനി നമുക്ക് വീണ്ടും അറിയാം. നോക്കിക്കേ, ഇനി എലമെന്റ് ഓഫ് എന്നൊക്കെ നിങ്ങൾ ഡിനോട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? 1 എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു ഏതാണ്? എ. ക്യാപിറ്റൽ എയിലെ എലമെന്റ് എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ് ആണ് ആര്? 1 എലമെന്റ് ഓഫ് എ. 5 നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. 5 എലമെന്റ് എയിലാണോ? അല്ല. എലമെന്റ് ഓഫ് നോട്ട് ആൻ എലമെന്റ് ഓഫ്. ചിഹ്നങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് 1 ബിലോങ്സ് ടു എ, 5 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പൊ ആ രണ്ടൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, വീണ്ടും ഇനി നിങ്ങൾ എന്തൊക്കെ സെറ്റിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങള്? സെറ്റിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങള് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയില്ല. അപ്പൊ കുറച്ചുകൂടി തിയറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോക്കോളാം. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ടൈപ്സ് ഓഫ് സെറ്റ്സ്. എന്താണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്? അത് തന്നെ പറഞ്ഞത് എംപ്റ്റി സെറ്റ്. എന്താ എംപ്റ്റി സെറ്റ്? ചിലപ്പോൾ എന്തായിരിക്കും? ആ സെറ്റില് ആരുമില്ല, എലമെന്റ്സ് ഒന്നുമില്ലാത്ത സെറ്റുകളാണ് എന്ത്? എംപ്റ്റി സെറ്റ്. ഓക്കെ, ഞാൻ ചോദിക്കുവാണ്, എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ 20നും 21നും ഓക്കെ 20നും 21നും ഇടയിലുള്ള സംഖ്യ, 20നും 21നും ഇടയിലുള്ള എണ്ണൽ സംഖ്യ ഏതാ? എണ്ണൽ സംഖ്യ ഉണ്ടോ? 20നും 21നും ഇടയിൽ എണ്ണൽ സംഖ്യകൾ വലുതുണ്ടോ? 20 കഴിഞ്ഞാൽ പിന്നെ 21 അടുത്ത എണ്ണൽ സംഖ്യ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എണ്ണൽ സംഖ്യ ഉണ്ടോ? അപ്പൊ അത് എഴുതാൻ പറഞ്ഞില്ല. ആ സെറ്റിൽ എഴുതുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു എംപ്റ്റി സെറ്റിന് എക്സാമ്പിൾ. അവിടുത്തെ എലമെന്റ്സ് നമുക്കൊന്നും എഴുതാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സെറ്റുകളാണ് എന്താ? എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്? ആരും ഇല്ലെങ്കിൽ 5. ഓക്കെ, എംപ്റ്റി സെറ്റ് 5. നൾ സെറ്റ് എന്ന് പറയും, എംപ്റ്റി സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ പറയും. വോയിഡ്, എംപ്റ്റി, നൾ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അതിൽ എലമെന്റ്സ് ആയിട്ട് ആരുമില്ല. ഓക്കെ, അടുത്തതിന് ശേഷം സിംഗിൾട്ടൺ സെറ്റ്. എന്താ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമ്പോൾ? സെറ്റില് ഒരെലമെന്റ് സിംഗിൾ ആയിട്ട് സിംഗിൾ എലമെന്റ് ഉണ്ടെങ്കിലാണ് ആ സെറ്റ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിംഗിൾട്ടൺ സെറ്റ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാമോ സിംഗിൾട്ടൺ സെറ്റിന്? ഒരു എക്സാമ്പിൾ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11. പിടികിട്ടിയോ? ഏതാ പ്രൈം നമ്പർ സെറ്റ്? മനസ്സിലായോ? ഒന്നും പറയുവാണ്. 2, 3, 5, 7, 11, 13 അങ്ങനെ പോകുന്നത്. 9 വന്നില്ല, കാരണം 3 into 3 9 ഉണ്ട്. 1 into 9 9 തന്നെയാ. പിന്നെ 15 പോയപ്പോ 15 പറഞ്ഞോ? 15 എന്തൊക്കെയുണ്ട്? 15 into 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 5 into 3 ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ പ്രൈം നമ്പേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായോ? 2വിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 into 2 മാത്രമേ ഉള്ളൂ. വേറെ വലുതും ഉണ്ടോ? ഇല്ല. അപ്പൊ 2 എന്താണ്? പ്രൈം നമ്പർ ആണ്. 3 എന്ന് പറയുന്ന കേസോ
1 into 3 ആ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ. 4ന്റെ കേസിലാണെങ്കിലോ 1 into 4 ഉണ്ട്, 2 into 2 ഉണ്ട്. അപ്പൊ 4 പ്രൈം നമ്പർ ആവുമോ? ഇല്ല. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ കാര്യം മനസ്സിലായല്ലോ. 2, 3, 5, 7, 11, 13, 17, 19 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഏതേ ഉണ്ടാവുള്ളൂ? ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ എഴുതാൻ പറഞ്ഞാൽ അത് ആര് മാത്രമേ ഉള്ളൂ? ആദ്യം നമ്മൾ പറഞ്ഞില്ല ആര് മാത്രമേ ഈവൻ നമ്പർ വന്നോളൂ? ആകെ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? 2. ആ സെറ്റ് തമ്മിൽ ആ സെറ്റിൽ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രം. മീൻസ് ഒരു എലമെന്റ് ആണ് വന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞത് എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും? ഒരു സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, വീണ്ടും നെക്സ്റ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് അതെങ്ങനെ പറയാം? ഇനി ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മോഡൽ ഒരു സെറ്റ് എ കിടക്കുന്നുണ്ട്. ആ എലമെന്റ്സിന് വിട്ടിരുന്നോളൂ കേട്ടോ. ഇയാളുടെ പേര് ദിയ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന് നിങ്ങൾക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണി എടുക്കാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? 1, 2, 3 എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സേ ഉള്ളൂ. നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫൈനൈറ്റ് സെറ്റ്. ഇനി സപ്പോസ് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, 20നും 21ന്റെയും ഇടയിലുള്ള റിയൽ നമ്പറുകൾ, 20ന്റെയും 21ന്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് എണ്ണാൻ പറഞ്ഞാൽ നടക്കുവോ? 20ന്റെയും 21ന്റെയും ഇടയിലുള്ള എണ്ണൽ സംഖ്യ വലുതുണ്ടോ? എണ്ണൽ സംഖ്യകളില്ല. പക്ഷെ 20ന്റെയും 21ന്റെയും ഇടയിലെ സംഖ്യകൾ പഠിച്ചിട്ടില്ലേ? 20.000001. 20ന്റെയും 20ന്റെ ഇടയിലുള്ള സംഖ്യയല്ലേ 20.000002. അവർക്ക് സംഖ്യയില്ല. അങ്ങനെ എത്ര സംഖ്യകൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്തൊരു എക്സാമ്പിൾ ആയിരിക്കും? ഇൻഫിനിറ്റ് സെറ്റുകൾക്ക് എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ ഫൈനൈറ്റ് മീൻസ് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. എണ്ണിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ്, രണ്ട് സെറ്റുകൾ എപ്പോൾ നമ്മൾ ഈക്വൽ ആണെന്ന് പറയുള്ളൂ? എത്ര ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ? എത്ര രണ്ട് സെറ്റ് ഈക്വൽ ആവുന്നത്? കാഴ്ചയിൽ ഒരേപോലെ തന്നെ ഇരിക്കണം. അതാണ് ഇങ്ങനെ ഈക്വൽ സെറ്റ്. ഇപ്പൊ സി എന്ന് പറയുന്ന സെറ്റ് ഞാനിപ്പോ മോഡൽ ഒരു സെറ്റ് എഴുതുവാണ്. സി ഇസ് ഈക്വൽ ടു 1, 2, 3 എന്ന് തന്നെ എഴുതി. ഓക്കെ, അപ്പൊ സി ഇതിന് ആരോട് തുല്യമാണ്? എ എന്ന് പറയുന്ന സെറ്റിനോട് തുല്യമാണ്. അപ്പൊ ഈ ഒരു സെറ്റിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈക്വൽ സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, വീണ്ടും ഡി. ഡി ഇസ് ഈക്വൽ സെറ്റ് ഓഫ് 1, 2, 3, 4. ഡി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇത് ഏതെങ്കിലും സെറ്റിനോട് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? കാരണം അവിടെ എക്സ്ട്രാ, കാരണം 1, 2, 3 എല്ലാം കോമൺ ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിലും 4 അവിടെ ഉള്ളതാണോ? അല്ല. അപ്പൊ എന്താന്ന് എല്ലാം പറയാൻ പറ്റുള്ളൂ. ഈക്വൽ സെറ്റ് ആവുമോ? ഈക്വൽ സെറ്റ് ആകത്തില്ല. ഓക്കെ, അപ്പൊ ഈക്വൽ സെറ്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എലമെന്റ്സ് എല്ലാം ഒരേപോലെ ഒരേ നമ്പറിൽ വരണം. ഓക്കെ, നമുക്ക് കാഴ്ച തന്നെ ഒരേപോലെ എന്നാൽ മാത്രം വളരെ എന്താവുള്ളൂ? ഈക്വൽ സെറ്റുകൾ ആവുള്ളൂ. ഓക്കെ, അടുത്തത് പറയുന്നത് ഈക്വലൻസ് സെറ്റ്സ്. ഈക്വലൻസ് സെറ്റ്. അപ്പൊ ഈക്വലൻസ് സെറ്റും ഈക്വൽ സെറ്റും മാറിപ്പോയേക്കത്. ഈക്വൽ മീൻസ് ഒരേപോലെ ഉള്ളത്. ഈക്വലൻസ് സെറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എങ്ങനെയായിരിക്കും? സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആയാൽ മതി. ഓക്കെ, സെറ്റുകളിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം എന്തായാൽ മതി? സെയിം ആയാൽ മതി. ആ ഒരു കണ്ടീഷൻ അവിടെ ഉള്ളൂ. ഓക്കെ, സെറ്റുകളില് എലമെന്റുകളുടെ എണ്ണം എന്താവണം? ഒരേപോലെ വന്നാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈക്വലന്റ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ABCDയിലെ ഈക്വലന്റ് സെറ്റുകൾ ഏതൊക്കെയായിരിക്കും? ഈക്വലന്റ് സെറ്റുകൾ ഏതൊക്കെയായിരിക്കും? എയും സിയും ഈക്വലൻസ് ആണോ? കാരണം എയിലും എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്. സിയിലും എത്രയുണ്ട്? 3 എലമെന്റ്സ്. അപ്പൊ ഈക്വലൻസ്, സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ ബി ആയിട്ടുള്ള കണക്ഷൻ ഒന്ന് പറഞ്ഞു. ബിയിലും എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം എയും ബിയും സിയും എല്ലാം എന്ത് സെറ്റ്സ് ആണ്? ഈക്വലൻസ് സെറ്റുകൾ. കാരണം സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. ശരിയല്ലേ? ഇനി ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാലോ അത് ഏതൊക്കെയുള്ളൂ? എയും സിയും ഉള്ളൂ. ഒരേപോലെ വന്നു അല്ലെ? 1, 2, 3, 1, 2, 3. ഓക്കെ, ആ ഐഡിയയും കൺസെപ്റ്റും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ്. ഡിസ്ജോയിന്റ് സെറ്റ് എന്തായിരിക്കും? ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ
ഒരു ബന്ധവുമില്ലാത്ത, ഒരു രീതിയിലും ഒരു കണക്ഷനും പറയാൻ പറ്റാത്ത സെറ്റുകളാണ് എന്ത്? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും നോക്കുവാണ് എയും ബിയും അതിലെ എലിമെന്റ്സും ബിയിലെ എലിമെന്റ്സും എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് പ്രത്യക്ഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു തരത്തിൽ ഒരു ബന്ധവും ഇല്ല അല്ലെ. 1, 2, 3 താഴെ ABC ആണ് എലിമെന്റ്സ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? ആ രണ്ട് സെറ്റുകളും ഡിസ്ജോയിന്റ്, നമുക്ക് ഒരു കണക്ഷൻ അവിടെ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് സബ്സെറ്റുകൾ എന്നാൽ എന്ത്? സബ്സെറ്റുകൾ എന്താണ്? സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ ഒരു സബ്സെറ്റ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് എയുടെ ഒരു സബ്സെറ്റ്, സെറ്റ് എയുടെ സബ്സെറ്റ് പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയാം? എന്താണ് എയുടെ സബ്സെറ്റ്? ഒരു സബ്സെറ്റ് പറയാമോ? ഇ ഏത് സബ്സെറ്റ് പറഞ്ഞേ? 1, 2 എന്ന് പറയാൻ പറഞ്ഞു. ഇത് സബ്സെറ്റ് ആണോ? എയിലെ എലിമെന്റ്സ് നമ്മുടെ കയ്യിലുള്ളൂ 1, 2, 3. ആ 1, 2, 3 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത് സെറ്റ് 1, 2 സബ്സെറ്റ് ആണോ? സബ്സെറ്റ് ആണോ? എന്തുകൊണ്ടാണ് അത് എന്ന് പറഞ്ഞത്? എയിലെ എലിമെന്റ് തന്നെ ഇവിടെ വന്നോളൂ, ശരിയല്ലേ? എയില് ഉള്ള എലിമെന്റ്സ് വെച്ചിട്ട് നമ്മൾ എഴുതുന്ന സെറ്റുകളാണ് എന്ത്? സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എ ഈസ് ഈക്വൽ സെറ്റ് ഓഫ് 1, 2. വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ, ഇർഫാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞേ. സെറ്റ് ഓഫ് 1, 3. ഓക്കെ, അടുത്താണ് പറഞ്ഞേ. ബി ഒരെണ്ണം പറഞ്ഞേ, ഒരു സെറ്റ് സബ്സെറ്റിന്റെ എക്സാമ്പിൾ 2, 3. സെറ്റ് ഓഫ് 2, 3. ഓക്കെ, ഇനി അഫ്നാൻ ഒരെണ്ണം പറഞ്ഞേ. നൾ സെറ്റ്. ഓക്കെ, മിടുക്കൻ. നൾ സെറ്റ് മടിയന്മാരുടെ സെറ്റ് ആണല്ലോ നൾ സെറ്റ് എന്ന് പറയുന്നത്. നൾ സെറ്റും എപ്പോഴും എന്തായിരിക്കും? ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിപ്പോ ഏത് സെറ്റ് നമ്മൾ എഴുതിയാലും ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആര്? നൾ സെറ്റ്. പ്രത്യേകിച്ച് നൾ ഇവിടെ 5 വേണമെന്നില്ല. ഓക്കെ, 5 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആരായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, വീണ്ടും അൻസൽ ഒരെണ്ണം പറഞ്ഞേ, ഒരു സബ്സെറ്റ് പറഞ്ഞേ. സെറ്റ് 1, സെറ്റ് 1. ഓക്കെ, അതും ഒരു സബ്സെറ്റ് തന്നെയല്ലേ? വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ജെ ഈസ് ഈക്വൽ ടു 1, 2, 3. അത് തന്നെ എഴുതി. സബ്സെറ്റ് ആയിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. നമുക്ക് പറയാവുന്ന ഒരു കണ്ടീഷനാണ് എപ്പോഴും ഒരു സെറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ നൾ സെറ്റ് ആ സെറ്റ് തന്നെയും എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, സ്കൂളിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സബ്സെറ്റ് ഡെഫിനിഷൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഇതിന് സബ്സെറ്റിൽ എഴുതാൻ പറഞ്ഞാൽ അതിൽ ഒരാൾ ആരായിരിക്കും? 5. നൾ സെറ്റ് എപ്പോഴും സബ്സെറ്റ് ആയിരിക്കും. ആ സെറ്റ് തന്നെയും എന്തായിരിക്കും? അതിനോട് സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് കുറെ സബ്സെറ്റുകൾ പറഞ്ഞു പോകാം. വീണ്ടും ഒന്നുകൂടെ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ 3 എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. മെയിൻ സെറ്റില് 3 എലമെന്റ്സ് ഉണ്ട്. 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ 3 എലമെന്റ്സ് ഉപയോഗിച്ച് മാക്സിമം എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും? അതിന്റെ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടെയ്നിങ് 3 എലമെന്റ്സ്. എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും? സബ്സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇസ് ഈക്വൽ ടു മെയിൻ സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും? അതിന്റെ ഫോർമുല ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ഒരു ഫോർമുല വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ വരാറുണ്ട് കേട്ടോ. 2 raised to n. 2 raised to n. 2 raised to n ആണ് ആ ഫോർമുല. ഓക്കെ, എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും? ഫോർമുല എന്താണ്? 2 raised to n. അതാണെങ്കിൽ ഇവിടെ എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും നമുക്ക്? ഇവിടെ 3 എലമെന്റ്സ് ഉള്ളു. അപ്പൊ 2 raised to 3. എന്താണ് 2 raised to 3 എന്ന് പറയുന്നത്? 8. അപ്പൊ നമുക്ക് ഈ എയുടെ സബ്സെറ്റുകൾ എത്ര വരെ ഫോം ചെയ്യാം? 8 സബ്സെറ്റുകൾ വരെ ഫോം ചെയ്യാം. ഓക്കെ, അതിൽ 2 എണ്ണം ഏതൊക്കെ ആയിരിക്കും? 5 ഈ സെറ്റ് തന്നെയും. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ കുറെ ഒരു 3 എക്സാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര എണ്ണം ഫോം ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് മെയിൻ അറിഞ്ഞിരിക്കണം, ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റിന്റെ എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും? 2 raised to n സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും ചിലപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദ്യം വരാം, നമ്പർ ഓഫ്
പ്രോപ്പർ സബ്സെറ്റ്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. എന്താണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം? എത്രയായിരിക്കും? എന്താണ് ഈ പ്രോപ്പർ സബ്സെറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു, നമ്മൾ സബ്സെറ്റിൽ എഴുതി പറഞ്ഞു, നോക്കിക്കേ, ആ സെറ്റ് തന്നെ അതിനോട് എന്താണെന്നാ പറഞ്ഞത്? സബ്സെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഈ സബ്സെറ്റിനെ ഒഴിച്ചു നിർത്തിയിട്ടുള്ളതിനാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, അപ്പൊ മൊത്തം 2n സബ്സെറ്റുകളുണ്ട്. അതിൽ പ്രോപ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞോളാം? ഇതിന്ന് 1 കുറച്ചിട്ട് പറയണം. ഓക്കെ, ഇപ്പൊ പ്രോപ്പർ സബ്സെറ്റ് ഈ അള കൂട്ടണ്ട, ആ സെറ്റിന് തന്നെ അങ്ങ് കൂട്ടണ്ട. അതുകൊണ്ട് തന്നെ അർത്ഥം പറയുന്നത് ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈസ് ഈക്വൽ ടു 2n മൈനസ് 1. ഓക്കെ, അപ്പൊ ഇതും ഇടയ്ക്ക് പരീക്ഷയ്ക്ക് കാണാറുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്പർ ഓഫ് സബ്സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ഇടയ്ക്ക് കീമിന് ചോദിക്കാറുണ്ട് ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി സബ്സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ സബ്സെറ്റുകൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാറുള്ളത്? സബ്സെറ്റുകൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുള്ളത്? A is a subset of, ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ പറഞ്ഞു ഇ എന്ന് പറഞ്ഞത് സബ്സെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഈസ് എ സബ്സെറ്റ് ഓഫ്, ഈ ഒരു ചിഹ്നല്ലേ കൊടുത്തേക്കുന്നുണ്ട്, സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ഇനി എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതാണ് സബ്സെറ്റിന്റെ ചിഹ്നം കേട്ടോ, സബ്സെറ്റ്. ക്ലിയർ ആണല്ലോ? സബ്സെറ്റ് ആദ്യം പറഞ്ഞത് എലമെന്റ് ഓഫ്, ഇപ്പൊ പറയുന്നത് സബ്സെറ്റ്. ഓക്കെ, സബ്സെറ്റ് ഇതൊരു സെറ്റ് ആണ്. സബ്സെറ്റ് സെറ്റ് തന്നെയാണ്. ഓക്കെ, എലമെന്റ് എന്ന് പറയുന്നത് അതിലൊരു എലമെന്റ്, ഒരു മെമ്പർ ആവുന്നുള്ളൂ. ഓക്കെ, ഇവിടെ പറയുമ്പോ 1 ഈസ് എ എലമെന്റ് ഓഫ് എ, ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. വ്യത്യാസം അറിഞ്ഞോളൂ കേട്ടോ. എലമെന്റ് ഉണ്ടാവും, സബ്സെറ്റ് എന്നുള്ള കാര്യം മാറിപ്പോയേക്കരുത്. വീണ്ടും ഒന്നുകൂടി ചോദിച്ചോട്ടെ. നമ്മൾ പറഞ്ഞു ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇ ആണ് ചെറുത്, എ ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ സെറ്റ് എന്തായിരിക്കും? സൂപ്പർ സെറ്റ്. ഈ സബ്സെറ്റ് ആണ് പറഞ്ഞു. അപ്പൊ ഇതിലെ സൂപ്പർ സെറ്റ് ആരായിരിക്കും? എയുടെ പേരാണ് എന്ത്? സൂപ്പർ സെറ്റ്. ഓക്കെ, എ ആണ് എന്ത്? സൂപ്പർ സെറ്റ്. ഈനേക്കാളും വലിയ സെറ്റ് അല്ലേ എന്ന് പറയുന്നത്. അപ്പൊ എ എന്താണ്? സൂപ്പർ സെറ്റ്. ഇ എന്താണ്? സബ്സെറ്റ്. സബ്സെറ്റ്, സൂപ്പർ സെറ്റ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചേക്കുന്ന കാര്യം യൂണിവേഴ്സൽ സെറ്റ്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ പറയും, നമ്മളെന്താ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നു. കേരളം എവിടെത്തിയാ? ഇന്ത്യയിലെ. ഇന്ത്യ എവിടെത്തിയാ? ഏഷ്യയിലെ. ഏഷ്യ എവിടെത്തിയാ? വേൾഡിലെ. വേൾഡ് എവിടെത്തിയാ? മിൽക്കി വേ ഗാലക്സി വരെ നമ്മൾ പോവാറില്ലേ? ഇതിന്റെ മെയിൻ ആ ഒരു ഉത്ഭവം അല്ലെങ്കിൽ മെയിൻ ഒരു സ്ഥലമാണ് എന്ത്? യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ നമ്പേഴ്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? എല്ലാ നമ്പറും കൂടെ വരുന്ന ഒരു കളക്ഷൻ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. ഇത് മെയിൻ ആണ്. നമ്മൾ ജീവിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കേരളം, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ പോകുമല്ലോ. എവിടെ വരെ പോകും? മിൽക്കി വേ ഗാലക്സി നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിൽ ഏതാ നമുക്ക് പറയാം? മിൽക്കി വേ ഗാലക്സി നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ സെറ്റിന്റെ ഒക്കെ നമ്മൾ എടുക്കുന്ന മെയിൻ ഒരു സ്ഥലമുണ്ട്. അതാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെ ഒരു സെറ്റിലാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതിനെ ചെറിയ ഓർമ്മയിലൊക്കെ വരുന്നുണ്ടോ? സെറ്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, വീണ്ടും ഇനി നമ്മൾ അടുത്ത് നിങ്ങൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം. ഡയഗ്രാമിലൂടെ കുറച്ച് കാര്യങ്ങളെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലേ? അത് തന്നെയുള്ള നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റുകളില്ലേ, നമുക്കറിയാം നമ്പേഴ്സ് നമുക്ക് തന്നെ കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും ഹരിക്കാനും നമ്മൾ പഠിച്ചു, ശരിയല്ലേ? ഈ സെറ്റുകളിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയത്? സെറ്റുകളിലെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു? അഡീഷനും കൂട്ടലും കുറയ്ക്കലും സബ്ട്രാക്ഷൻ ഒക്കെ ആയിരുന്നോ? സെറ്റുകൾ ഡിവൈഡ് ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുത്തെ ഓപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? സെറ്റിലെ ചാപ്റ്ററിൽ നിങ്ങൾ ചെയ്ത ഓപ്പറേഷൻസ് ഏതൊക്കെയായിരുന്നു? കൂട്ടാനും കുറയ്ക്കാനൊക്കെ പോയോ? അവിടെ എന്തായിരുന്നു? അവിടുത്തെ എന്തൊക്കെ ഓപ്പറേഷൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് എന്നൊക്കെ വാക്ക് കേട്ടിട്ടില്ലേ? അതാണ് അവിടുത്തെ എന്ത്? ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് എന്നൊക്കെ പറയുന്നതാണ് സെറ്റിലെ ഓപ്പറേഷൻസ്. എന്താണ് എ യൂണിയൻ ബി? എന്താണ് എ ഇന്റർസെക്ഷൻ ബി? എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഇനി ആ ഒരു കൺസെപ്റ്റിന് പറ്റുന്ന നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം.
ഓക്കെ, ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ ഓഫ് സെറ്റ്സ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇവര് രണ്ട് സെറ്റ് നമ്മുടെ കയ്യിൽ വേണം. രണ്ട് സെറ്റുകൾ ഞാൻ എടുക്കുവാണ്. അപ്പൊ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 ആൻഡ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ. രണ്ട് സെറ്റ് എടുത്ത് വെച്ചു അല്ലേ? എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 ആൻഡ് ബി ഇസ് ഈക്വൽ സെറ്റ് ഓഫ് എക്സ് വൈ. ഓക്കെ, രണ്ട് സെറ്റ് എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം? എ യൂണിയൻ ബി. യൂണിയൻ എന്ന് പറയുന്ന എന്ത് കൊടുക്കുവാണ്? ഓപ്പറേഷൻ കൊടുക്കുവാണ്. എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ആ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എയിലെയും ബിയിലെ ഉള്ള എലമെന്റ്സിനെ എല്ലാം ഒരുമിച്ച് ചേർത്ത് എഴുതുന്ന സെറ്റാണ് എന്ത്? എ യൂണിയൻ ബി. എയിലെ എലമെന്റ്സിനെ എടുക്കും, ബിയിലെ എലമെന്റ്സിനെയും എടുത്തിട്ട് ഒരുമിച്ച് എഴുതുന്നു. അതാണ് എന്ത്? എ യൂണിയൻ ബി. എ യൂണിയൻ ബി. അപ്പൊ ഇവിടെ എങ്ങനെ വരും? സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സ് വൈ. അതാണ് എന്ത്? എ യൂണിയൻ ബി. ഓക്കെ, എ യൂണിയൻ എയിലെ ബിയിലെ എലിമെന്റ്സിന് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് അങ്ങ് ചേർത്ത് എഴുതുന്നു. ജസ്റ്റ് കോമേറ്റ് കോമേറ്റ് അങ്ങ് എഴുതുന്നു. ഓക്കെ, അതാണ് എന്ത്? എ യൂണിയൻ ബി. വീണ്ടും എ ഇസ് ഈക്വൽ ടു 1 2 3 4, ബി ഇസ് ഈക്വൽ ടു 2 3. A is equal to 1 2 3 4 and B is equal to 2 3. ഇതിന്റെ A യൂണിയൻ ബി എന്ന് പറയാമോ? A യൂണിയൻ ബി is equal to, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എയിലെ എലിമെന്റ്സിനെ എടുത്ത് എഴുതുക, ബിയിലെ എലിമെന്റ്സിനെ എടുത്ത് എഴുതുക. എടുത്ത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ എഴുതിക്കാൻ നോക്കിക്കും. 1 2 3 4 എഴുതി, കോമ, വീണ്ടും 2 3 തന്നെയാണ് വരുന്നത്. 2 3 നമ്മൾ എന്ത് ചെയ്തതാണ്? ഓൾറെഡി എഴുതിയതാണ്. വീണ്ടും എഴുതാറുണ്ടോ നമ്മള്? ഇല്ല, റിപ്പീറ്റ് നമ്മൾ ചെയ്യാറില്ല കേട്ടോ. സെറ്റുകളുടെ പ്രത്യേകമാണ് നമ്മൾ 2 2 ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് 2 2 എഴുതി വെക്കേണ്ട, ഒരു തവണ എഴുതിയാൽ മതി. ക്ലിയർ ആയ പറഞ്ഞ കാര്യം? ഓക്കെ, 1 2 3 4 എന്നുള്ളത് വീണ്ടും 2 3 ഒന്നുകൂടെ എഴുതാൻ പോകരുത്. ക്ലിയർ ആയ പറഞ്ഞ കാര്യം? അഫ്നാൻ എവിടെ കിട്ടിയില്ലേ? ഓക്കെ, 1 2 3 4 വീണ്ടും കോമയിട്ട് 2 3 എഴുതി വെച്ചേക്കരുത് കേട്ടോ പറഞ്ഞത്. ജസ്റ്റ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പീറ്റേഷൻ സെറ്റില് എന്തെല്ലാം വേണ്ട. ഓക്കെ, വീണ്ടും ഇനി അപ്പോഴാണ് എ യൂണിയൻ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എയിലെ ബിയിലെ എലിമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് എന്ത്? എ യൂണിയൻ ബി. അടുത്ത കൺസെപ്റ്റ് എന്താ പഠിച്ചേക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബി. ഞാൻ ഈ പറഞ്ഞ കാര്യം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ നിങ്ങള്? ഒരു ചെവിക്കടക്കെട്ട് മറ്റേ ചെവിക്കട കളയുവാണോ? നെക്സ്റ്റ് കൺസെപ്റ്റ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? ഓക്കെ, എന്താണ് എ ഇന്റർസെക്ഷൻ ബി? രണ്ടിലും കോമൺ ആയിട്ടുള്ളവരെ മാത്രം, എല്ലാവരും എടുത്ത് എഴുതുന്നില്ല, രണ്ടിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇവിടെ എഴുതുള്ളൂ, ഇന്റർസെക്ഷനിൽ എഴുതുള്ളൂ. രണ്ടിലും കോമൺ ആയിട്ട് ഉള്ളവരെ മാത്രം. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ എയും ബിയുടെ എടുത്തു. ഇതാണ് നമ്മുടെ എയും ബിയും. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാലോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 ഉം 3 ഉം. അതിനെ മാത്രം എടുത്ത് എഴുതുന്നതാണ് എന്ത്? ഇന്റർസെക്ഷൻ. സെറ്റ് ഓഫ് 2 3. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നമ്മൾ മാറ്റി. ഓക്കെ, വീണ്ടും എഴുതാം. വേറൊരു എക്സാമ്പിൾ. രണ്ട് സെറ്റ് എഴുതി മോഡലില് അല്ലെ? സിയും ഡിയും. സിയും ഡിയുടെ ഇന്റർസെക്ഷൻ എന്ന് പറയാമോ? സി ഇന്റർസെക്ഷൻ ഡി. ഇന്റർസെക്ഷന്റെ ചിഹ്നമാണ് എൻ പോലെ ഇരിക്കുന്നത്, യൂണിയൻ തിരിച്ചിട്ടാൽ. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ സി ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി ഇന്റർസെക്ഷൻ ഡി ഇസ് ഈക്വൽ ടു, രണ്ടിനും കോമൺ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കോമൺ ആയിട്ട് അല്ലെന്ത്? സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആയിപ്പോയി. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ട് ഉണ്ടാവുമോ? രണ്ട് ദിശയിലുള്ളവരാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ആരും ഇല്ലെങ്കിൽ ഉടനെ നമുക്ക് എന്ത് എഴുതാം? empty. ഓക്കെ, now 5. A C intersection D is equal to 5 ആണ്. കാരണം കോമൺ ആയിട്ട് ഇവിടെ
ആരുമില്ല. കാരണം ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് സെറ്റുകൾ, ഡിസ്ജോയിന്റ് സെറ്റുകളായി വരും. ഒരു ബന്ധവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു ബന്ധമില്ലെങ്കിൽ അവിടെ എപ്പോഴും അതിന്റെ ഇന്റർസെക്ഷൻ എന്തെങ്കിലും കിട്ടത്തുള്ളൂ, ഫൈ ആണ്. ഒരു ബന്ധവും ഇല്ലാത്ത സെറ്റുകളാണെങ്കിൽ അവിടുത്തെ ഇന്റർസെക്ഷൻ എപ്പോഴും ഫൈ ആയിരിക്കും. ഓക്കെ, സി ഇന്റർസെക്ഷൻ ഡി is equal to 5. Then ഇനി എന്റെ അടുത്ത ചോദ്യം, എന്താണ് കോംപ്ലിമെന്റ്? എന്താണ് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞു ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞായിരുന്നു, ശരിയല്ലേ? യൂണിവേഴ്സൽ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ യു. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ യു. യു എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞത് എന്താ അർത്ഥം എന്ന് പറഞ്ഞത്? ഇതിനൊക്കെ മെയിൻ ഒരു സോഴ്സ്, ഒരു ഉത്ഭവം കാണും. ഓക്കെ, അപ്പൊ ഞാൻ പറയുവാണ് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എവിടെ തുടങ്ങി എവിടം വരെ? 1, 2, 3 up to 10. ഇതാണ് എന്തെന്റെ ഈ പ്രോബ്ലത്തിലെ യൂണിവേഴ്സൽ സെറ്റ്. 1 തുടങ്ങി 10 വരെയുള്ള നമ്പർ എണ്ണൽ സംഖ്യകൾ മാത്രമേ എവിടെയുള്ളൂ? യൂണിവേഴ്സൽ. അത്രയേ ഉള്ളൂ, 1 മുതൽ 10 വരെ സംഖ്യകൾ മാത്രമേ ഉള്ളൂ യൂണിവേഴ്സൽ സെറ്റിൽ. ഓക്കെ, ഇനി അതിൽ ഞാൻ സി പറയുവാണ്. സി എന്ന് പറഞ്ഞ സെറ്റ് ഇതിങ്ങനെ എഴുതി വെച്ചു. സി is equal to സെറ്റ് ഓഫ് 2, 4, 6, 8, 10 എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്റെ ചോദ്യം ഇതാണ്, എന്താണ് സി കോംപ്ലിമെന്റ്? സി കോംപ്ലിമെന്റ് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്? സി ഡാഷ്. സി ഡാഷ് എന്ന് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചേക്കുന്നത്? ഡാഷ് ഇട്ടാണോ ബാർ കൊടുത്താണോ? അതോ സി കോംപ്ലിമെന്റ് ഇങ്ങനെ കൊടുക്കുവാണോ ചെയ്തേക്കുന്നത്? ഇതൊക്കെ ഇതിന്റെ പല പല നൊട്ടേഷൻസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ജനറലി എപ്പോഴും ചെയ്യാറുള്ളത് സി ഡാഷ് ആണ്. ഓക്കെ, സി കോംപ്ലിമെന്റ് ഇങ്ങനെ വായിക്കും. സി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്. ഓക്കെ, എന്താണ് ഇനി സി കോംപ്ലിമെന്റിന്റെ അർത്ഥം? സി ഇല്ലാത്തത്, സി ഇല്ലാത്തത്. പക്ഷെ എവിടെ വേണം? യുവില്, യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, വേറെ അവിടെ മാറിപ്പോയേക്കരുത്. എവിടെ പോയിക്കോളണം? സിയിൽ ഉണ്ടാവരുത്. പക്ഷെ എവിടെ ഉണ്ടാവണം? യുവിനുള്ളത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, 11, 12 വേറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എഴുതി വെച്ചേക്കരുത്. ഓക്കെ, അപ്പൊ സി കോംപ്ലിമെന്റിൽ ആരേ വരത്തുള്ളൂ? സി കോംപ്ലിമെന്റിലെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? 1, 3, 5, 7, 9. 11 പോകുമോ? കാരണം യൂണിവേഴ്സിറ്റിയിൽ 10 വരെയുള്ള ആരൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ അതുവരെയുള്ള നോക്കിയാൽ മതി. അപ്പൊ സി is equal to set of 1, 3, 5, 7, 9. അപ്പൊ അതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സി ഇല്ലാത്തതും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായിട്ടുള്ള എലമെന്റ്സ് ആണ് എന്ത്? കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്നുള്ള കാര്യം ക്ലിയർ ആകുക. അപ്പൊ യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ്, ഇത്രയും കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആവുക. ഓക്കെ, വീണ്ടും ഇന്ന് നമുക്ക് കുറച്ച് എന്താണ് യൂണിയന്റെ പ്രോപ്പർട്ടികളും ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടികളും പിന്നെ കുറച്ച് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കുറച്ച് റിസൾട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ സെറ്റിൽ പഠിച്ചിട്ട് റിസൾട്ടുകൾ ഓർക്കുന്നുണ്ടോ? എ യൂണിയൻ ബിയുടെ ഫോർമുല, ഡി മോർഗൻസ് ലോ, ഇത് കുറച്ച് വാക്കുകൾ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് വരാറുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ മെയിൻ പഠിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്താണ് പ്രോപ്പർട്ടീസ് പറയുവാണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? അപ്പൊ എ എന്നുള്ള സെറ്റ് മനസ്സിൽ വിചാരിക്കാം, എ കോംപ്ലിമെന്റ് എന്നുള്ള സെറ്റ് വിചാരിക്കാം, യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ചിന്തിക്കാം. എന്തായിരിക്കും വരിക? ഇത് എയിലുള്ളവര്, ഇതോ എയിലില്ലാത്തവര്. ഓക്കെ, അപ്പൊ എയിലുള്ളവര് എയിലില്ലാത്തവര് നമ്മൾ യൂണിയൻ ചെയ്യുക. യൂണിയൻ മീൻസ് ഒരുമിച്ച് കൂട്ടി തന്നെ എഴുതുക. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എയിലുള്ളവര് എയിലില്ലാത്തവരുടെ കൂട്ടി ഒരുമിച്ച് അങ്ങ് എഴുതുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ കിട്ടുന്നത് എന്തായിരിക്കും? നമ്മുടെ മെയിൻ സെറ്റ്. ആ സെറ്റിനെ വിളിക്കുന്ന പേരെന്താ? യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, തിരിച്ചോട് ചോദിക്കുവാണ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എയിലുള്ളത് എയിലില്ലാത്തത് അവ ഇന്റർസെക്ഷൻ എടുക്കുക. ഓക്കെ, എയിലുള്ളത് എയിലില്ലാത്തത് എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടാവുമോ? ഇല്ല. അപ്പൊ ഉത്തരം വരുന്നത് 5, നൾ സെറ്റ്.
ഓക്കെ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5. അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നു, ഡി മോർഗൻസ് ലോ. ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ഡി മോർഗൻസ് ലോ. നമ്മൾ ഈ കോംപ്ലിമെന്റ് വീതിച്ച് കൊടുക്കുക, എക്ക് കൊടുക്കുന്നു ബിക്ക് കൊടുക്കുന്നു. അത് വീതിക്കുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നുണ്ട്? ആ യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആയിട്ട് മാറ്റുന്ന കാര്യം ഓർക്കാം. ഓക്കെ, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ഓർത്തോളാം? കോംപ്ലിമെന്റ് ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുന്നതിനൊപ്പം യൂണിയൻ എന്തായിട്ട് മാറുന്നു? ഇന്റർസെക്ഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഒരു ഡി മോർഗൻസ് ലോ. ഇനി അടുത്ത ഡി മോർഗൻസ് ലോ ഇതാണ്, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വീണ്ടും കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? വീതിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്റർസെക്ഷൻ എന്തായിട്ട് മാറുന്നു? യൂണിയൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡി മോർഗൻസ് ലോയും ഇമ്പോർട്ടന്റ് ആണ്, ഈ ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനെ കയറി വരാറുള്ളതാണ്. A complement union B complement, A complement union B complement, ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ എന്നാണ് ഈ രണ്ട് ലോകളുടെ പേര്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കുറച്ച് ഫോർമുലാസ് തന്നെയാണ് പറഞ്ഞത്. എ യൂണിയൻ ബിയുടെ ഫോർമുല ഓർക്കുന്നുണ്ടോ? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, മനസ്സിലോട്ട് എപ്പോഴും പഠിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, പ്രോബബിലിറ്റിയിലും വരുന്നുണ്ട് ഇതിന്റെ സെയിം കറസ്പോണ്ടിങ് ഫോർമുല. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുമ്പോൾ സെയിം ഫോർമുല എന്നിന്റെ സ്ഥാനത്ത് പി ആക്കി മറ്റു പഠിക്കുന്നുണ്ട് കേട്ടോ. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. തന്നിരിക്കുന്ന എയും ബി തമ്മിൽ ഒരു ബന്ധമില്ല, ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ ഇവിടെ എന്തേ വരത്തുള്ളൂ? ഒരു ബന്ധമില്ലാത്ത സെറ്റുകളാണെങ്കിൽ 5 വരുള്ളൂ. ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5. അപ്പൊ നമുക്ക് ഉത്തരം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മാത്രമല്ല. ക്വസ്റ്റ്യൻ നോക്കണം, ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നേരെ എന്ത് കൊടുക്കാം? 5 കൊടുത്ത് ഈ രണ്ട് ടേംസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാം. വീണ്ടും അടുത്ത ഈ ഒരു കൺസെപ്റ്റ് പറയുവാണ്, എന്താണ് എ മൈനസ് ബി? എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. എന്തായിരിക്കും എ മൈനസ് ബി എന്ന് പറയുന്ന കൺസെപ്റ്റ്? എ മൈനസ് ബി, എയിൽ നിന്ന് ബി കുറയ്ക്കുക എന്നല്ല എന്റെ അർത്ഥം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എയിൽ നിന്ന് ബി കുറയ്ക്കുക. അതിന് നമ്മുടെ കയ്യിൽ ഒരു ഫോർമുലയുണ്ട്, എൻ ഓഫ് എ മൈനസ് ബി. എ മൈനസ് ബി, എയിൽ നിന്ന് ബി കുറയ്ക്കുക. അതായത് എയിലെ എലമെന്റ്സ് ഉണ്ട്, പക്ഷെ ബിയിലെ എലമെന്റ്സ് എന്തായി പോയി? നമ്മൾ കുറച്ച് കളഞ്ഞു. ഒരു എക്സാമ്പിൾ കാണിക്കാം. 1 2 3 4 1 2 3 4 എന്ന് പറഞ്ഞ സെറ്റ് എ. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 2 3. ഓക്കെ, എയിൽ നിന്ന് എന്ത് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? എ മൈനസ് ബി നമ്മൾ കണ്ടുപിടിക്കാൻ പോകണേ. എ മൈനസ് ബി എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് ബി കുറച്ച് കളയുക. വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇസ് ഈക്വൽ സെറ്റ് ഓഫ് 4. ഏതൊക്കെ പോകും? ഈ 2ഉം പോയി. നമ്മൾ എന്ത് ചെയ്യണം? ബി ഒക്കെ കുറച്ച് കളയുക അല്ലെ? ബി പോകുമ്പോ പിന്നെ ഇവിടുന്ന് ആരൊക്കെ പോയി? ഇവിടുത്തെ 2 പോയി. പിന്നെ പോകുന്നതോ ഈ 3 പോകുന്നു. പിന്നെ ബാക്കി എ മൈനസ് ബിയിൽ ഇനി ആരൊക്കെ ഉള്ളൂ? 1 4 1 4. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റ്. എയിൽ നിന്ന് ബിയിൽ എന്ത് ചെയ്യുക? കുറച്ച് കളയുക. ഓക്കെ, എൻ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും?
ഒരു ഫോർമുല പഠിക്കുവാണെങ്കിൽ എങ്ങനെ പഠിച്ചോളാം? n of a minus b is equal to n of a minus n of a intersection b. ഇന്റർസെക്ഷനുകൾ എന്ത് ചെയ്താൽ മതി? കുറച്ചിട്ട് എഴുതിയാൽ മതി. അതല്ലേ ഇവിടുന്ന് പോയുള്ളൂ. ഓക്കെ, n of a മൈനസ് n of a ഇന്റർസെക്ഷൻ b. എയിൽ നിന്ന് ആ ഇന്റർസെക്ഷനുകളെ അങ്ങ് കുറച്ച് കളയുക. അത് ഇവിടുത്തെ 2 ഇവിടുത്തെ 2 പോയി, ഈ 3യും ഈ 3യും പോയി. ഓക്കെ, ഒരു ഫോർമുല പോലെ ഓർക്കുക. n of a minus b is equal to n of a minus n of a intersection b. ഇത്രയും ഫോർമുലയൊക്കെ മെയിൻ അത്യാവശ്യം അറിഞ്ഞിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിലേക്ക്? തന്നില്ല അല്ലെ? ജസ്റ്റ് 5 minutes വെയിറ്റ് ചെയ്യണേ, ചോദിച്ചിട്ട് വരാം. ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂടെ? നിങ്ങൾ എല്ലാവരും ഇന്ന് വരുന്ന ആൾക്കാരല്ലേ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഐഡിയാസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്ക്, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്ക്. ഈ അയ്യോടാ, 2 പേന ആരുടെയും കയ്യിലുണ്ടോ? പിള്ളേരെ അതെല്ലാം ഓർമ്മ കൊണ്ടുവരുള്ളൂ. ആരുടെയും കയ്യിലില്ല. എന്റെ ബാഗിലുണ്ടോ? Okay, first question. If A is equal to set of all x such that x element of n, comma x is a prime number less than 12 and
if A is equal to set of all x such that x element of n, comma, x is a prime number less than 12 and B is equal to set of all x such that x element of n, comma, x is a factor of 10. Factor of 10. Find, it's a factor of 10. Find A intersection B. ഇതാണ് നമ്മുടെ ചോദ്യം. സെന്റൻസ് നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 4 ഓപ്ഷൻ അല്ലെ, ഏതൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ശരി ഉത്തരത്തിന് 4 മാർക്ക്, 4 മാർക്ക്. ഓരോ തെറ്റു ഉത്തരത്തിന് 1 മാർക്ക് വീതം പോകും. ഓക്കെ, ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റു ഉത്തരത്തിന് മൈനസ് അടിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചാല് A ഇന്റർസെക്ഷൻ B ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എയും ബിയും നമുക്ക് നേരെ തിരിയാത്തൊരു ഭാഷയിൽ തന്നേക്കുക. നമുക്ക് നേരം സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 6 7 ഒക്കെ ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം. പക്ഷെ ഇവർ നോക്കിക്കേ, സെയിം ആശയം തന്നെ അവര് വളച്ചു തന്നേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, A is equal to A എന്ന് പറഞ്ഞ അവര് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, നാച്ചുറൽ നമ്പേഴ്സ് നോക്കിയാൽ മതി. എക്സ് എലമെന്റ് ഓഫ് n എന്നതിന്റെ അർത്ഥം എന്താ, നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1 2 3 4, അതാണ് എണ്ണൽ സംഖ്യകളാണ് എന്ത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ നോക്കിയാൽ മതി. ഇനി അത് മൊത്തം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ, എവിടം വരെ നോക്കിയാൽ മതി. എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 12. 12 താഴെയുള്ള എല്ലാ നമ്പേഴ്സും വേണോ, അതും വേണ്ട. 12 താഴെയുള്ള പ്രൈം നമ്പറുകളെ മാത്രം മതി. പ്രൈം നമ്പർ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു പ്രൈം നമ്പർ. 12 താഴെയുള്ള പ്രൈം നമ്പേഴ്സിൽ ആരൊക്കെ വരത്തുള്ളൂ, 2 3 5 7 8 വരുമോ, ഇല്ല. 9 വരുമോ, 3 into 3 9. 9 ഒരു പ്രൈം നമ്പർ ആണോ, അല്ല. ഓക്കെ, 2 3 5 7 ഇനി ആരാളെ 11 12 വരില്ല. അങ്ങോട്ടുള്ളവർ നോക്കണോ, വേണ്ട. അപ്പൊ 12 താഴെയുള്ള പ്രൈം നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പൊ നമുക്കിപ്പോ സെറ്റ് A ആയി, ശരിയല്ലേ. ഇത് നമ്മൾ എന്തെന്ന് പറയും, സെറ്റ് ബിൽഡർ ഫോം, ഇത് റോസ്റ്റർ ഫോം. അപ്പൊ 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റുകൾ ഡിനോട്ട് ചെയ്യാം. 2 തരത്തിൽ നമുക്ക് സെറ്റുകൾ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. അതിലൊരു മെത്തേഡാണ് എന്ത്, സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മൾ കണ്ടുപിടിക്കണം. നേരെ നമുക്ക് കാണും തന്നെ അറിയാം, ശരിയല്ലേ. അപ്പൊ ഇത് റോസ്റ്റർ ഫോമും ഇത് സെറ്റ് ബിൽഡർ ഫോം, 2 ഫോമിലാണ് ഉള്ളത്. അപ്പൊ നമ്മള് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എന്തിലേക്ക് മാറ്റി, അതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കാര്യം എളുപ്പം അല്ലെ. 2 3 5 7 11. ഇനി വീണ്ടും സെറ്റ് ബി. സെറ്റ് ബിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുത്താലോ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ നോക്കാം. ഓക്കെ, 10ന്റെ ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 10ന്റെ ഫാക്ടേഴ്സ്. ഈ ഫാക്ടർ എന്ന് പറഞ്ഞ അർത്ഥം ഏതാ, ഏതൊക്കെ സംഖ്യകളെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, 10 കിട്ടുന്നത്. ഏതൊക്കെ സംഖ്യകളെ ഗുണിക്കുമ്പോഴാണ് 10 കിട്ടുന്നത്. ഏതൊക്കെ സംഖ്യകളെ ഗുണിക്കണം 10 കിട്ടണമെങ്കിൽ, 2 into 5. അപ്പൊ 2 5 എന്താണ്, 10ന്റെ ഫാക്ടേഴ്സ്. പിന്നെ ഉള്ളതോ 1 into 10. അപ്പോഴും അതും എന്തൊക്കെയാണ്, 1ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ നമുക്ക് കിട്ടി, ബിയിലായൊക്കെ വന്നു 1 2 5 10. ഇനി വേറെ ഓപ്ഷൻ ഉണ്ടോ 10 കിട്ടാനായിട്ട്, ഒന്നുമില്ലല്ലോ. 5 into 2 1 into 10 മാത്രമേ എന്തുള്ളൂ, 10 ഉള്ളൂ. ഓക്കെ, അപ്പൊ എയും ബിയും കണ്ടുപിടിച്ചോ. അങ്ങനെയാണെങ്കിൽ A ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും, A ഇന്റർസെക്ഷൻ അതിൽ കോമൺ ആയിട്ടുള്ളവർ ആരൊക്കെയാ, 2 5. A ഇന്റർസെക്ഷൻ ബി is equal to set 2 5. സെറ്റ് 2 5. ഓക്കെ, അപ്പൊ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ഉത്തരം വരുന്നത് ഇതായിരിക്കും. അപ്പൊ അതിൽ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, which of the following is or are, which of the following is or are, അതിന്റെ പ്ലൂറലും സിംഗുലറും തമ്മിലുള്ള is or are.
which of the following is or are empty set? Is or are empty set. താഴെ തന്നിരിക്കുന്നതിൽ empty സെറ്റുകൾ ഏതൊക്കെയാണ്? empty സെറ്റുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. A എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. set of all x such that x square plus x plus 2 is equal to 0 and x element of capital Z. Then B എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. x is an odd number, odd prime number, odd prime number and 20 less than or equal to x less than or equal to 23. രണ്ട് സെറ്റുകൾ തന്നേക്കുവാണ്. തന്നേക്കുന്ന രണ്ട് സെറ്റുകളും empty സെറ്റ് ആണോ അല്ലയോ? അപ്പൊ ഒരു ഓപ്ഷൻ എ ഉള്ളി, ബി ഉള്ളി, എ ആൻഡ് ബി, അങ്ങനെ രണ്ടും empty അല്ല. എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരിക? ഓക്കെ, നമുക്കത് നോക്കാം. ഇതിലെ ഏതാണ് ശരി എന്നുള്ള കാര്യം. എ മാത്രമാണോ empty, അത് ബിയും empty ആണോ, അത് രണ്ടും empty ആണോ, രണ്ടും empty അല്ലേ? അതൊക്കെ ഓപ്ഷൻ വരുള്ളൂ. നമുക്ക് നോക്കിയാല് ഇവിടെ എന്താണ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കാം, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസഡ് എന്ന് പറഞ്ഞത് എന്താ? ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നതാ? ഇന്റിജേഴ്സിനെ സൂചിപ്പിക്കുന്ന സെറ്റാണ്. ഓക്കെ, ഇസഡ് എന്ന് പറഞ്ഞ എന്താണ്? എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, ഇ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ്, ഒ എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ്, ഇന്റിജർ മീൻസ് എന്താ? ഇസഡ് ഇന്റിജർ എന്ന് അർത്ഥമാക്കുന്നത് 1 ഒരു ഇന്റിജർ. 1/2 ഇന്റിജർ ആവോ? 0.33 ഇന്റിജർ ആവോ? ഇല്ല. അപ്പൊ എന്താണ്? പക്ക ഒരു നമ്പർ ആയിരിക്കണം. അതാണ് എന്താവുള്ളൂ? ഇന്റിജർ ആവുള്ളൂ. ഡെസിമലും ഫ്രാക്ഷനും ഒന്നും ആവില്ല, ഇന്റിജർ ആവില്ല. ഓക്കെ, അപ്പൊ 1 ഒരു ഇന്റിജർ ആണ്, 100 ഒരു ഇന്റിജർ ആണ്, 1000 ഒരു ഇന്റിജർ ആണ്, 99 ഒരു ഇന്റിജർ ആണ്. 99.3 ഇന്റിജർ ആവുമോ? ഇല്ല. ഇന്റിജർ കൺസെപ്റ്റ് ക്ലിയർ ആയോ? പോസിറ്റീവ് ഇന്റിജറും ഉണ്ട്, നെഗറ്റീവ് -1 -2 എല്ലാം എന്താണ്? നെഗറ്റീവ് ഇന്റിജേഴ്സ് ആണ്. ഇന്റിജർ എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇസഡ് എലമെന്റ് ഓഫ് ഇസഡ് എന്നതിനകത്ത് ഇന്റിജർ ആയിരിക്കണം. അതാണ് അടുത്ത കണ്ടീഷൻ. ഓക്കെ, ഇതിങ്ങനെ ഈക്വൽ ടു 0 ആയിരിക്കണം. എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? ഇന്റിജറും കിട്ടണം. ഓക്കെ, വീണ്ടും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളു, വേറെ ഒന്നും നോക്കാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് എ എന്ന് മാറ്റിയാലോ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രത്യേകത എന്ത് ഇക്വേഷൻ ആയത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. 10ാം ക്ലാസ് തുടങ്ങി കാണുന്ന ഒരു സംഭവം ഇത്. എന്താണ് പ്രത്യേകത? എന്ത് ഇക്വേഷൻ അത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെ? എക്സ് സ്ക്വയർ നമ്മൾ ഉടനെ ഓർത്തോളണം. 10ാം ക്ലാസ് നിങ്ങൾ കാര്യം ഓർമ്മയിലോട്ട് കൊണ്ടുവരാൻ വരും. എക്സ് സ്ക്വയർ നമ്മൾ ഉടനെ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സിന്റെ 2 ഉത്തരങ്ങൾ അവിടെ കിട്ടണം. ശരിയല്ലേ? എക്സിന്റെ 2 ഉത്തരങ്ങൾ അവിടെ കിട്ടണം. ആ കിട്ടുന്ന ഉത്തരങ്ങൾ എന്താവണം? ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ ഇന്റിജേഴ്സ് ആണെങ്കിലാണ് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇന്റിജർ ആണോ എന്ന് നോക്കണം. ഇന്റിജർ ആണെങ്കിൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോവാണ്. ഓക്കെ, ഇനി സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ജനറൽ ഫോം ഒരു ഫോമിൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്തായിരുന്നു? ax² പ്ലസ് bx പ്ലസ് c is equal to 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ജനറൽ ഫോം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x is equal to -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac by 2a. ഇതല്ലേ ഫോർമുല? അതായത് നമ്മൾ ഇവിടുത്തെ എയും ബിയും സി ഒക്കെ ഒന്ന് പറഞ്ഞ് a is equal to 1, b is equal to 1 and c is equal to 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് കണ്ടുപിടിച്ചാലോ? എക്സിന്റെ 2 വിലകൾ ഒന്ന് കണ്ടുപിടിച്ച് എക്സിന്റെ 2 വിലകൾ, എക്സിന് കിട്ടാവുന്ന 2 വിലകൾ.
സ്റ്റക്കായി പോയ എല്ലാവരും റൂട്ട് ഓഫ് എങ്ങനെ കിട്ടി? അഫ്ഗാനെ കിട്ടിയേ 1 മൈനസ് 8 വന്നു അല്ലേ? 1 മൈനസ് 8 വന്നപ്പോൾ അവിടെ എന്ത് ക്ലിയർ ആയി? റൂട്ടിന്റെ ഉള്ളിൽ എന്ത് വന്നു? നെഗറ്റീവ് വന്നു. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചിഹ്നം വന്നു. ഓക്കെ, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നല്ലോ, നമ്മളോടനെ നമ്മൾ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും? അതിനെന്തില്ല? റിയൽ റൂട്ട്സിൽ കോംപ്ലക്സ് നമ്പർ കയറി വരും അല്ലെ? ഐ ചേർത്തിട്ടുള്ളവർ പിന്നെ അങ്ങനെ കയറി വരും. ശരിയാണോ പറയുന്നത്? അപ്പൊ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഇന്റിജറെ ചോദിച്ചിട്ടുള്ളൂ. ഇന്റിജർ ആണ് നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോംപ്ലക്സ് പോലും, കോംപ്ലക്സ് എന്ന് മനസ്സിലായി, റിയൽ നമ്പർ പോലും അല്ല. അത് ഇന്റിജർ സെറ്റിലെ ആൾക്കാരായിരിക്കും ഇവിടെ കിട്ടുന്ന ഉത്തരങ്ങള്. അപ്പൊ നോക്കിക്കേ, അപ്പൊ എയിലേക്ക് ഏത് സെറ്റ് നമുക്ക് എലമെന്റ്സിന് വലിയ കിട്ടിയോ? നമുക്ക് ഇന്റിജേഴ്സിനെ ആയിരുന്നു അന്വേഷിച്ച് നമ്മൾ പോയത്. ഇന്റിജർ വലിയ കിട്ടിയോ? ഇന്റിജർ കിട്ടിയില്ല. അപ്പൊ എയുടെ എ എന്താണ്? എയിൽ എഴുതാനായിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ല. എയിലെ എലമെന്റ്സ് ഒന്നും അർത്ഥം എന്താണ്? എ എന്ന് പറഞ്ഞത് എന്താണ്? എംപ്റ്റി സെറ്റ് ആണ്. അതല്ലായിരുന്നു ഒരു ചോദ്യം. എയും ബിയും എംപ്റ്റി സെറ്റ് ആണോ അല്ലെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ എ അന്വേഷിച്ച് പോയപ്പോൾ, എയിലുള്ള ആൾക്കാർ അന്വേഷിച്ച് പോയപ്പോൾ ആരെയും കിട്ടിയോ? ഇല്ല. കാരണം ഇവിടെ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് റൂട്ട് അടിച്ചു. പിന്നെ അവിടെ എന്തില്ല? ഇന്റിജേഴ്സ് വരാനില്ല. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം? എ കാലിയാണ്, എയുടെ ഉള്ളിൽ ആരുമില്ല. ഓക്കെ, അപ്പൊ എ is an empty set. ഇനി ബി എടുത്ത് നോക്കിയാലോ? ബി എടുത്ത് നോക്കാം. ബിയിലെ എലമെന്റ് എന്ന വഴി യോഗ്യത എന്താണ്? ഒരു ഓഡ് പ്രൈം നമ്പർ ആവണം. പ്രൈം നമ്പർ ആണ്, ഓഡ് ആവണം. ആകെയുള്ള ഒരു ഈവൻ പ്രൈം നമ്പർ ഏതേ ഉള്ളൂ? 2 ഉള്ളൂ. അത് ബാക്കിയുള്ളവരെല്ലാം എന്താ? ഓഡ് പ്രൈംസാ. ശരിയല്ലേ? ഓഡ് പ്രൈം നമ്പർ ആൻഡ് അത് ഏതിന്റെയും ഇടയിൽ കിടന്നോളണം? 20ന്റെയും 23ന്റെയും ഇടയിൽ കിടന്നോളണം. 20ന്റെയും 23ന്റെയും ഇടയിലുള്ള 20 കൂട്ടാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാ പറഞ്ഞേക്കുന്നത്. 23 കൂട്ടാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയുള്ളത്? 20ന്റെയും 23ന്റെയും ഇടയിൽ കിടക്കുന്ന ഓഡ് പ്രൈം നമ്പർ ഏതാ ഉള്ളൂ? 20ന്റെയും 23ന്റെയും ഇടയിൽ കിടക്കുന്ന ഓഡ് പ്രൈം നമ്പർ. പ്രൈമും ആവണം, അത് 20 23ന്റെ ഇടയിൽ കിടക്കുന്ന ആളും ആവണം. 20 പറ്റുമോ? അത് ഈവനാ, പ്രൈം നമ്പർ അല്ല. ഓക്കെ, പിന്നെ 21 പ്രൈം നമ്പർ ആണോ? 21 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 7 into 3 21 ഉണ്ട്. 22 പിന്നെ ആവുമോ? ഇല്ല. കാരണം ഈവൻ നമ്പർ പിന്നെ ഒരിക്കലും പ്രൈം നമ്പർ ആവില്ല. പിന്നെ ഉള്ള ചാൻസ് ആർക്കോ ഉള്ളൂ? 23 പ്രൈം നമ്പർ അല്ലേ? ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നതിൽ ഒരാൾ വന്നു അല്ലെ? ഒരാൾ വന്നു. അത് ആരാണ്? 23. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എംപ്റ്റി സെറ്റ് ആരാണ്? എ ഉള്ളി. ബി എംപ്റ്റി അല്ല. Next question. Next question എഴുതുക. Which sets are subsets of one and another? Which sets are subsets of one and another? അതിൽ നമ്മൾ സെറ്റ്സ് തന്നേക്കുവാണ്. A is equal to x such that x element of real number and x satisfy x square minus 8x plus 12 is equal to 0. B is equal to set of all 2, 4, 6.
ആൻഡ് ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 6. 3 സെറ്റ്. മൂന്ന് സെറ്റുകൾ വന്നേക്കാണ് എ ബി ഡി. ഇത് ആരുടെയൊക്കെ സബ്സെറ്റോ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. സബ്സെറ്റ് ആരുടെയൊക്കെ ആയിട്ട് വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിലെ ബിയും സിയും നമുക്ക് നേരെ തന്നേക്കുവാണ്, എളുപ്പമുണ്ട്. 2 4 6 6 തന്നേക്കുവാണ്. ഈ എ ആണ് ഇച്ചിരി വളച്ചു കൂട്ടി തന്നേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എ നമുക്ക് മനസ്സിലുള്ള ഭാഷയോടൊന്ന് മാറ്റാം. സെറ്റ് ബിൽഡിൽ നമുക്ക് റോസ്റ്റർ ഫോമിലൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യാം, ശരിയല്ലേ? എ ഈസ് ഈക്വൽ ടു, ഇനി എയിൽ എലമെന്റ് ആവാനുള്ള യോഗ്യത എന്താ പറഞ്ഞേക്കുന്നത്? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾക്കാണ് എവിടെ പ്രവേശനമുള്ളൂ? എയിൽ പ്രവേശനമുള്ളൂ. അപ്പൊ എക്സ് സ്ക്വയർ നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ആണ്, അവിടെ 2 ഉത്തരങ്ങൾ വരും, ശരിയല്ലേ? നോക്കുമ്പോ പറയാൻ പറ്റുന്ന 2 ഉത്തരങ്ങൾ ഏതായിരിക്കും എന്നുള്ളത്. നമ്മൾ സെക്കൻഡ് ഡിഗ്രി കാണുന്നത് പെട്ടെന്ന് പറയാം. ഇത് കാണുന്ന ക്ലൂ ഉണ്ട്, നമുക്ക് പഠിച്ചേക്കുന്നുള്ളൂ, സ്കൂളിൽ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ഇത് നമ്മുടെ ക്ലൂ നോക്കിക്കേ. ഈ അവസാനത്തെ ആളെ പിടിച്ചാൽ മതി. ആദ്യം അവസാനത്തെ ആളെ പിടിക്കാം. ഇവിടെ എന്താ കിട്ടിയേക്കുന്നത്? 12. അപ്പൊ ഏതൊക്കെ നമ്പറുകൾ കുടിക്കുമ്പോഴാ 12 കിട്ടുള്ളൂ? ഒന്ന് നോക്കിക്കോ. ഒരു ഓപ്ഷൻ 1 × 12 12 കിട്ടും. പിന്നെയോ 2 × 6 12 ആണ്. 4 × 3 12 ആണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ് മൈനസ് ഫോമിൽ കിട്ടു കൊടുക്കും, ഉത്തരം കിട്ടിക്കോളും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ പിടികിട്ടാൻ വേണ്ടി ഇടാൻ മതി. ലാസ്റ്റ് ആള് പിടിക്കാം, +12 അല്ലേ? അപ്പൊ പിടിക്കുന്ന എന്ത് കിട്ടണം? 12 കിട്ടണം. ഈ 3 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ഈ 3 ഉത്തരം എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല, അതിലേത് ഒരാളല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ആ ആളയിലേക്ക് പോവാം. ഓക്കെ, വീണ്ടും പിടിക്കുമ്പോ 12 കിട്ടി. ഓക്കെ, ഇവർക്ക് 3 പേർക്കും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ആളെ കൊണ്ട് പിടിച്ചു നോക്കാം. -8 -8 വരണം, ശരിയല്ലേ? ഇനി 8 വന്നെങ്കിൽ 12 1 ഞാൻ കൂട്ടിയാലോ കുറച്ചാലോ 8 കിട്ടുമോ? ഇല്ല, നടക്കില്ല. അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് കിട്ടി. പിന്നെയോ 2 6 ഉണ്ട്, ശരിയല്ലേ? 6ഉം 2ഉം കൂട്ടിയാൽ 8 കിട്ടും, ഒരു ചാൻസ് ഉണ്ട് അല്ലെ? 4 3 4 + 3 അല്ലെങ്കിൽ കുറയ്ക്ക് കൂട്ടും, എന്ത് ചെയ്താലും 8 കിട്ടൂ? ഇല്ല. അപ്പൊ ആ ആളെ അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം ഏതായിരിക്കും? 2 6 നടക്കുള്ളൂ. പിടികിട്ടിയോ? നമ്മൾ 2നെ 6നെ എങ്ങനെ ചൂസ് ചെയ്യുന്ന കാര്യം പിടികിട്ടി നിങ്ങൾക്ക്? ഓക്കെ, ആദ്യം ഇവിടെ പിടിച്ചു 12 കിട്ടാവുന്ന പോസിബിലിറ്റീസ് ഒക്കെ എഴുതി വെച്ചു. എല്ലാവരും ഉത്തരമായിട്ട് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. തൊട്ടടുത്ത ആളെ പിടിച്ചു, അവിടെ 8 വന്നേക്കുന്നത്. 8 കിട്ടണമെങ്കിൽ 12 ഒന്നും കൂട്ടിയാൽ നടക്കില്ല, കുറച്ചാലും കിട്ടുന്നില്ല. പിന്നെ 6ഉം 2ഉം കൂട്ടിയാൽ 8 വരുന്നുണ്ട്, ശരിയല്ലേ? അതായത് 4 3 കൂട്ടിയാൽ 7 അല്ലെങ്കിൽ കുറച്ചാൽ 1 കിട്ടുള്ളൂ. അപ്പൊ അവിടെയും കാര്യം നടന്നില്ല. അപ്പൊ ആകെ നമ്മുടെ കാര്യം നടന്നത് ഈ 2ഉം 6ഉം വിചാരിച്ചപ്പോഴാണ്, ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഏഴിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? ഇപ്പോ 2 6. ഓക്കെ, അപ്പൊ നമ്മൾ ഏഴ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. മറ്റേ ഭാഷ മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിച്ചെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, 3 സെറ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആരുടെയൊക്കെ സബ്ജക്റ്റ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എങ്ങനെ പറയാം? 4 ഓപ്ഷൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഉത്തരം അല്ലാതെ കണ്ടുപിടിക്കാം, ഓപ്ഷനിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ കണ്ടാൽ മതി നമുക്ക് ഉത്തരം കിട്ടാനായിട്ട്. എന്തെങ്ങനെ വരും? ആരുടെയൊക്കെ സബ്ജക്റ്റ് ഉള്ളതെന്ന് പറയാമോ? ഡി ആരുടെ സബ്ജക്റ്റ് ആയിട്ട് വരും? ഡി ആരുടെ സബ്സെറ്റ് ആയിട്ട് വരും? ഡി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആയിട്ട് വരും? ബിയുടെ സബ്സെറ്റ് ആയിട്ട് വരാം, കുഴപ്പമില്ലല്ലോ. ഡി സബ്സെറ്റ് ഓഫ് ബി. വീണ്ടും ഡി ആരുടെ, ഇനി ഡി വേറെ ആരുടെ സബ്സെറ്റ് ആവുമോ? എയുടെ ആവാൻ പാടില്ലേ? കാരണം എയിലും ഉണ്ട് ആര്? 6 ഉണ്ട്. അപ്പൊ ഡി സബ്സെറ്റ് ഓഫ് എ. ഇനി എയും ബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാൻ പറ്റുമോ? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, അതും പറയാലോ. പറഞ്ഞതെല്ലാം ശരിയല്ലേ? ഓക്കെ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നും പറയാം. ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് വേണം എങ്ങനെയും എഴുതാം. ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് എ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലായോ? ശരിയല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്? അല്ലേ അജ്ഫാനെ? ഡി സബ്സെറ്റ് ഓഫ് ബി, ഡി സബ്സെറ്റ് ഓഫ് എ, എ സബ്സെറ്റ് ഓഫ് ബി, ഒരുമിച്ച് ഇങ്ങനെ എഴുതാം, ശരിയല്ലേ? അപ്പൊ ആരുടെ സബ്സെറ്റുകൾ ചോദിച്ചാൽ നമുക്ക് സബ്സെറ്റുകൾ ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഇപ്പോ. സബ്സെറ്റുകളുടെ കണക്ഷൻ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഓപ്ഷനിലുണ്ടാവും, ഓപ്ഷനിലുള്ളത് മാർക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഉത്തരങ്ങളായിട്ട് വരാവുന്നതാണ്.
ചിലപ്പോ ഓപ്ഷനിൽ ഇങ്ങനെ വരും, ഏതൊരു ഓപ്ഷൻ വരുന്നത് എ ഈസ് സബ്സെറ്റ് ഓഫ് ഡി, അത് വരുമോ? ഇല്ല. തെറ്റ് നമ്മൾ മനസ്സിലാക്കിക്കോളാം. സബ്സെറ്റിനുള്ള ഐഡിയ നമുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാം. ശരിയല്ലേ? Then അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ എഴുതിക്കേ. Let X be the set X, capital X. ഇർഫാൻ എഴുതുവാണോ? കഴിഞ്ഞോ? Let X be the set X be the set 1 pi root 42 comma root 2 1 3. Let X be the set 1 pi set 42 root 2 comma set 1 3. Okay. Which of the following statements is or are true? ഇനി താൻ തന്നിരിക്കുന്ന ഒരു 3-4 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? ഞാൻ പറഞ്ഞു എലമെന്റ് ഓഫ് അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ്, രണ്ട് ചിഹ്നങ്ങൾ മാറി പോകരുത്. രണ്ട് ചിഹ്നങ്ങളും എവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആ എലമെന്റ് ഓഫ് സബ്സെറ്റ് ഓഫ് അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയാൻ വേണ്ടി പരിശോധിക്കപ്പെടുന്ന ചോദ്യമാണ് ഇത്. ഓക്കെ, എലമെന്റ് എവിടെയാണ് കൊടുക്കേണ്ടത്, സെറ്റ് എന്നുള്ളത് എവിടെയാണ് കൊടുക്കുന്നത്, സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞത് എപ്പോഴാണ്, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് അറിയാൻ വേണ്ടി ചോദ്യമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ എക്സ് സെറ്റ് തന്നേക്കുവാണ്. ഇനി അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതുവാണ്. P is equal to P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, പി സെറ്റ് അല്ല കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആണ്. പൈ എലമെന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നു. പൈ എലമെന്റ് ഓഫ് എക്സ്. ഇനി Q എന്ന് പറയുന്ന കണ്ടീഷൻ തന്നേക്കുവാണ് അവര്. 1 3 subset of x. Then R എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നേക്കുന്നത് സെറ്റ് 1 pi subset of x. ഈ പി ക്യു ആറിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ അവിടെ ഇവിടെ നമ്മൾ ടെസ്റ്റ് തന്നിരിക്കുന്ന കാര്യം എന്താണ്, ഈ എലമെന്റും സബ്സെറ്റും എന്ന് പറഞ്ഞ ഒരു ഐഡിയ അത് കുട്ടികൾക്ക് ക്ലിയർ ആണോ അല്ലയോ, അതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം കേട്ടോ. എലമെന്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, സബ്സെറ്റിന്റെ ചിഹ്നം എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അത് കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും പറഞ്ഞു ഈ എലമെന്റ് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്. എലമെന്റിന് പറഞ്ഞാൽ എന്താ അർത്ഥം, എന്താ ഈ സെറ്റിലെ ഒരു മെമ്പർ ആയാൽ മതി. ഓക്കെ, അതിനാണെങ്കിൽ വൺ എന്താ മെമ്പർ ആണല്ലോ. അപ്പൊ നമുക്ക് അതിനെന്ന് പറയാം എലമെന്റ്. പൈ എലമെന്റ്, ഇത് എലമെന്റ്, ഇത് എലമെന്റ്, ഇതെല്ലാം എന്താണ്, എലമെന്റ്സ് ആണ്. ഈ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ഇത് ഓരോന്നും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈ എലമെന്റ് ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ, പൈ എലമെന്റ് ഓഫ് എക്സ് ശരിയാണ്. അടുത്തത് നിങ്ങൾ ക്യൂ നോക്കിക്കേ, സെറ്റ് 1 3. ഓക്കെ, ഈ 1 3 സബ്സെറ്റ് ഓഫ് എക്സ് ആണോ എലമെന്റ് ഓഫ് എക്സ് ആണോ? എലമെന്റ് ഓഫ് എക്സ് ആണ്. കണ്ട് ഈ 1 3 അതേപോലെ താഴത്തേക്ക് ഇറക്കി എഴുതിയിരിക്കുന്നത്, ആ എലമെന്റ് അതേപോലെ എഴുതിയിരിക്കുന്നത് ശരിയല്ലേ? അപ്പൊ എന്ത് ഇവിടെ കൊടുക്കാവുള്ളൂ, എലമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സബ്സെറ്റ് ആണോ അത്, അതായത് എക്സിൽ ഒരു എലമെന്റ് താഴത്തേക്ക് ഇറക്കി എഴുതിയത് പിടികിട്ടിയോ? അപ്പോൾ എന്താണത്, എലമെന്റ് എന്ന് കൊടുക്കണമായിരുന്നു, പക്ഷെ ഇവിടെ എന്ത് കൊടുത്തു, സബ്സെറ്റ്. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇവിടെ എന്തായി, തെറ്റിപ്പോയി. ഓക്കെ,
വീണ്ടും ആറാമത്തെ നോക്കിക്കേ. ആറിന് സ്റ്റേറ്റ്മെന്റ് സെറ്റ് 1, പൈ. ഇതെന്താണ്? സബ്സെറ്റ് ആണോ അത് എലിമെന്റ് ആണോ? അതെങ്ങനെ വരും? ഈ എക്സിന്റെ സബ്സെറ്റ് നിങ്ങൾ പഠിച്ചേക്കുന്നതല്ലേ? എക്സിന്റെ സബ്സെറ്റ് നിങ്ങൾക്ക് പറയാലോ. 1 പൈ എന്ന് പറഞ്ഞൊരു സബ്സെറ്റ്. ഐഡിയ ക്ലിയർ ആയില്ല അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതെന്താണ്? എലമെന്റ് ആയിരുന്നു. കാരണം ആ എലമെന്റ് അതേപോലെ താഴ്ത്തിക്കെടുക്കുക. ഒരു മെമ്പറെ നമ്മൾ താഴ്ത്തിക്കെടുത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? മെമ്പറുകളെ ചേർത്ത് എഴുതി വെച്ചേക്കുക. പല മെമ്പറുകൾ എന്ത് ചെയ്തു? കോമ്പീറ്റ് എഴുതി വെച്ചു. അപ്പൊ എന്താണത്? സബ്സെറ്റ്. പിടികിട്ടിയോ? ഓക്കെ. വീണ്ടും നിങ്ങൾക്ക് വേറൊരു ഞാൻ ചോദിക്കട്ടെ. എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനായിട്ട് ഇറക്കുക ഒരു സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങൾ എലമെന്റ് ആണ് സബ്സെറ്റ് ആണ് നിങ്ങൾ പറയണം. ഓക്കെ. വീണ്ടും സെറ്റ് 1, 3, 1. ഇതെന്താണിത്? സബ്സെറ്റ് ആണോ എലമെന്റ് ആണോ? സബ്സെറ്റ്. ഓക്കെ. വീണ്ടും അടുത്ത ചോദ്യം. ടി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 42 √2. 42 √2. ഇതെന്താണ്? ഇത് എലമെന്റ്. ഇത് അതേപോലെ അവിടെ ഉള്ളതാ അല്ലേ? അതേപോലെ അങ്ങനെ എടുത്ത് എഴുതിയിരിക്കും. അപ്പൊ എന്തായിരിക്കും? എലമെന്റ് ആയിരിക്കും. അപ്പൊ എലമെന്റ് എവിടെ കൊടുക്കണം? സബ്സെറ്റിന്റെ ചിഹ്നം എവിടെ കൊടുക്കണം? ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ട് ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ ഇവിടെ നമുക്ക് ശരിയായിട്ട് കിട്ടുന്നത് പിയും ആറും ശരിയാണ്, ക്യൂ തെറ്റിച്ചാ വന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യം? അപ്പൊ ഏതെങ്കിലും എലമെന്റുകളെ കോമേറ്റ് എഴുതുവാണെങ്കിൽ എന്തായിരിക്കും? സബ്സെറ്റ് ആവുള്ളൂ. ക്ലിയർ ആയല്ലോ? ആ എലമെന്റ് അതേപോലെ താഴത്തേക്ക് എടുക്കുവാണെങ്കിൽ എന്താ വരത്തുള്ളൂ? എലമെന്റ് ഓഫ്. ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ക്ലിയർ ആവേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്. Next ചോദ്യം. Write the set builder form of A is equal to set of -1, 1. A is equal to set of -1, 1. ഓക്കെ. ഇതെന്താ? റോസ്റ്റർ ഫോം തന്നേക്കുക. നമുക്ക് നേരെ നോക്കുമ്പോൾ അറിയാം -1 1 മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതിന് എന്താക്കി മാറ്റണം? നമുക്ക് മനസ്സിലാവില്ലാത്ത ഭാഷയിലോട്ട് മാറ്റുക. ഓക്കെ. മനസ്സിലാവില്ലാത്ത ഭാഷയിലേക്ക് മാറ്റുക. അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ABCD 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? അതായത് ഏത് ഓപ്ഷന്റെ ഉത്തരവാണ് -1 1 മാത്രം വരുന്നത്? അതാണ് നമുക്ക് അന്വേഷിച്ചു പോയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് set of all x such that x is an integer. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. x is an integer. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് set of all x such that x is a root of the equation x square plus 1 is equal to 0. Then അതിലെ C മൂന്നാമത്തെ കണ്ടീഷൻ set of all x such that x is a real number. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് x such that x is a root of the equation x square minus 1 is equal to 0. Square minus 1 is equal to 0.
അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഏത് സെറ്റിന്റെ ഉത്തരമാണ് നമുക്ക് എന്തെന്ന് കിട്ടുക? -1 +1 മാത്രം കിട്ടുക. അല്ല ഏത് സ്റ്റേറ്റ്മെന്റ് നോക്കിയാലും നമുക്ക് ഉറപ്പായിട്ടും ഏതും രണ്ടും അല്ലെന്ന് ഉറപ്പിച്ച് പറയാം. ഏതൊക്കെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാം. നോക്കിക്കേ, x is an integer. x is an integer എന്ന് പറഞ്ഞാൽ ഇന്റിജേഴ്സ് ഏതൊക്കെയാ? ഇന്റിജേഴ്സിൽ ഏതൊക്കെ വരും? -1 1 മാത്രമാണ് വരുള്ളൂ. -1 -2 -3 -4 അതെല്ലാം ഉത്തരവാണ്. ശരിയല്ലേ? 1 2 3 4 5 എന്ന് പറഞ്ഞ എല്ലാം എന്താണ്? ഉത്തരവാണ്. ആകെ -1 1 ആണ് ഇവിടെ വരുന്നുള്ളൂ. ഇതെല്ലാം വരിക. ഇത് കൺസിഡർ എല്ലാം ഇന്റിജേഴ്സും വരും. -1 1 മാത്രമാണോ വരുന്നുള്ളൂ? അല്ല. അപ്പൊ ഇതെല്ലാം ഇതിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ശരിയല്ലേ? 1 2 3 4 അങ്ങ് പോവാണ് അല്ലേ? അപ്പൊ ഇതെല്ലാം എന്ന് മനസ്സിലായി. ഇനി x is a റിയൽ നമ്പർ. റിയൽ നമ്പർ തീരുവോ? -1 1 മാത്രമാണോ റിയൽ നമ്പർ ഉള്ളൂ? ഉള്ളതെല്ലാം എല്ലാം ഡെസിമലും റാഷണൽ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സും സീറോയും എല്ലാം എന്താ? റിയൽ നമ്പേഴ്സാ. ശരിയല്ലേ? അപ്പോൾ റിയൽ നമ്പേഴ്സ് -1 1 നിൽക്കുവോ? ഇല്ല, അതും അങ്ങ് പോവാണ്. അപ്പൊ അത് നടക്കും ഇവിടെ? ഇല്ല. അപ്പൊ എയും സിയും എല്ലാം അങ്ങ് ഉറപ്പിച്ചോളണം. അത് ഉറപ്പിക്കാനുള്ള കാരണം മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഇന്റിജർ അല്ല എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് റിയൽ നമ്പർ അല്ല എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് വീണ്ടും ബി ഓപ്ഷൻ എടുക്കുവാണ്. x is a root of equation x² + 1 is equal to 0. അപ്പൊ ഇവിടെ വീണ്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് വന്നേക്കുന്നത്. x² + 1 is equal to 0. നമുക്കറിയാം x² is equal to +1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -1. then x² -1 ആണെങ്കിൽ x is equal to root of -1. ഈ root of -1 എന്നതാ? റൂട്ട് ഓഫ് -1 നമ്മൾ വലിയ എന്തൊക്കെ ഇട്ട് പേരൊക്കെ ഇട്ട് വിളിച്ചത്? കോംപ്ലക്സിലോട്ട് കയറിയപ്പോ നമ്മൾ എന്ത് കൊടുത്തു? ഐ കൊടുത്തില്ലേ? ഐ എന്ന് പറഞ്ഞാൽ ആരാ? ഈ റൂട്ട് ഓഫ് -1 എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് കൊടുത്തത്? ഐ എന്ന് കൊടുത്ത് കോംപ്ലക്സ് നമ്പറിലോട്ട് കയറ്റിയത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നെക്സ്റ്റിന്റെ വിലക്ക് എന്തൊക്കെ കിട്ടുള്ളൂ? +i -i ആണ് വരത്തുള്ളൂ. അപ്പോഴും 1 -1 വന്നോ? ഇല്ല. അപ്പൊ ബിയും അല്ല എന്ന് മനസ്സിലായി. ഇനി ഉള്ളത് ഡി ഉള്ളത്, ഒരു ഓപ്ഷൻ ഉള്ളത്. ഡി ഒന്ന് നോക്കിയാലോ? അവിടെ വീണ്ടും x² -1 is equal to 0. അതിൽ നിന്ന് x² എന്താ? x² is equal to -1 ഇക്വേഷൻ അപ്പുറത്തേക്ക് പോയപ്പോ +1. x² is equal to 1 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 1. 1ന്റെ റൂട്ട് എന്താ? ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1. it is equal to +or-1. അതല്ലേ ഇത്? -1 +1. അപ്പൊ ഈ 4 ഓപ്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചു ഡി ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം. അപ്പൊ ഈ തന്നിരിക്കുന്നതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാക്കി മാറ്റുമ്പോൾ ഇതുപോലെ എഴുതാം. ഓക്കെ, x² -1 is equal to 0യുടെ ഉത്തരങ്ങളാണ് എന്ത്? -1 +1. ഓക്കെ, ഒരു ചോദ്യം നമുക്ക് ഇന്റർവെലിന് വിട്ടേക്കാം. Okay, next, last question. Let n of u is equal to n of u. n of u is equal to 700. n of u is equal to 700. n of a is equal to n of a is equal to 200. n of b is equal to 300. n of a intersection b is equal to 100. Let n of u is equal to 700, n of a is equal to 200,
n of b is equal to 300, n of a intersection b is equal to 100. Then find n of a complement intersection b complement. A complement intersection b complement. N of a complement intersection b complement. Okay. അപ്പൊ നമ്മള് തിയറി പോർഷൻസ് പറഞ്ഞ സമയത്ത് കുറച്ച് ഫോർമുല ഇമ്പോർട്ടൻ്റ് കുറച്ച് പറഞ്ഞു തന്നില്ലായിരുന്നോ? അതിനെ വെച്ചിട്ട് അതിന്റെ ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ടീമിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കാണാവുന്ന കുറച്ച് എത്ര സബ്സെറ്റുകളുണ്ട്, എത്ര പ്രോപ്പർ സബ്സെറ്റുകളുണ്ട്. ഓക്കെ, അങ്ങനത്തെ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മൾ തൊട്ട് മുന്നേ എലമെന്റ് ആണോ സബ്സെറ്റ് ആണോ എന്നുള്ള ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ എംപ്റ്റി സെറ്റ് ആണ്, എത്ര എലമെന്റ്സ് ഉണ്ട്, നമ്മള് ഇങ്ങനെ സെറ്റ് ബിൽഡ് വന്നിട്ട് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ കീമിന് ഈ സെക്ഷനിൽ നിന്ന് വരാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല വെച്ച് ചെയ്ത് നോക്കാം. n of a complement intersection b complement. അപ്പൊ ഇവിടെ മെയിൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ആദ്യം എന്തായിരിക്കും? ഡി മോർഗൻസ് ലോ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ഒരു ആപ്ലിക്കേഷൻ തുടക്കത്തിൽ ചെയ്തു പോവുകയാണ്. ഓക്കെ, അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? n of a union b the whole complement. ഡി മോർഗൻസ് അപ്ലൈ നമ്മൾ എഴുതി വെച്ചു ഇത്. ഓക്കെ, n of a complement intersection b complement is equal to n of a union b the whole complement. ഓക്കെ, ഇനി എന്താണ് n of a union b the whole complement? എന്താ ഈ നമ്മൾ എന്ത് ചെയ്യാം? 1 മൈനസ് നമ്മൾ ചെയ്യുന്നത് എവിടെയാ? പ്രോബബിലിറ്റിയിൽ. കാരണം പ്രോബബിലിറ്റി 1 താഴെ നമുക്കത് അറിയാം. പക്ഷെ ഇവിടുത്തെ ആ 1 സ്ഥലം നിൽക്കുന്ന ആളാരാ? ഓക്കെ, പ്രോബിലിറ്റി ആണ് 1 മൈനസ് പി ഓഫ് എ കൊടുക്കുന്നത്. പി ഓഫ് എ കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? 1 മൈനസ് പി ഓഫ് എ കൊടുക്കാം. അത് ശരിയാണ് പ്രോബിലിറ്റിയുടെ കേസിൽ. പക്ഷെ ഇവിടുത്തെ ആ 1 സ്ഥലത്ത് വരുന്ന ആളാരാണ്? n of u ആണ് മെയിൻ സംഭവം. ഓക്കെ, n of u, n of universe set minus n of a union b. ഓക്കെ, അപ്പൊ n of a union b യുടെ കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? യൂണിവേഴ്സിൽ നിന്ന് എ യൂണിയൻ ബി കുറച്ചാ പോരെ? ഓക്കെ, എന്നോടും പറയുകൊണ്ട് ശ്രദ്ധിച്ച് ഡി മോർഗൻസും ഞാനിവിടെ അപ്ലൈ ചെയ്തു. നമുക്ക് എന്താ വേണ്ടേ? എ യൂണിയൻ ബി കോംപ്ലിമെന്റാ വേണ്ടത്. ആ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ആ മൊത്തം നിന്ന് എ യൂണിയൻ ബി കുറച്ചാലും പോരെ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നല്ലേ കിട്ടുള്ളൂ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി n of u നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി അറിയാമോ? ഇല്ല. പക്ഷെ എ യൂണിയൻ ബി എടുക്കാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? ആ ഫോമിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നിട്ടുമുണ്ട്, എളുപ്പമായി. ഇനി എന്താണ് n of a union b എന്ന് പറയുന്നത്? നമുക്ക് അറിഞ്ഞ് കണ്ടുപിടിച്ചാലോ? ഈ ഭാഗം മാത്രമേ കണ്ടുപിടിക്കാം. കാരണം ഇത് നമുക്ക് ഓൾറെഡി അറിയാം, 700 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് അറിയാമോ? അറിയില്ല. എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഫോർമുലയുണ്ട്. അത് മാത്രമേ സൈഡിലോട്ട് എഴുതി ചെയ്യുവാണ്. n of a union b is equal to, a union b യുടെ ഫോർമുല എന്തായിരുന്നു? n of a plus n of b minus n of a intersection b. അതാണ് a യൂണിയൻ b യുടെ ഫോർമുല. വാല്യൂസ് എല്ലാം അറിയാലോ, അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോ a യൂണിയൻ b എത്ര കിട്ടും നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. a യൂണിയൻ b ഓരോന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കണ്ടുപിടിക്കാം. കിട്ടിയോ? ആൻസർ പറയാറായോ? പറഞ്ഞേ. എ യൂണിയൻ ബി എത്ര കിട്ടി? 400, 400. എല്ലാവർക്കും കിട്ടിയോ? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 400. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടുന്ന് കുറച്ചാ പോരെ? ഇറ്റ് ഇസ് ഈക്വൽ ടു n of u എത്രയാ? 700. 700 മൈനസ് n of a യൂണിയൻ b എത്രയാ? 400. which is equal to final answer എത്ര കിട്ടി? 300. 300 is the final answer. ഓപ്ഷനിൽ എവിടെയെങ്കിലും 300 എന്നുണ്ടാവും, അത് നമ്മൾ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇങ്ങനെ ഫോർമുല ബേസ്ഡ് ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം.
ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളാമോ ഇനി? 11:15 കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. എത്ര സബ്സെറ്റുകൾ വരും, എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ വരും, പിന്നെ എന്തൊക്കെയാണ് സെൽഫ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് ബേസിലുള്ള കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇർഫാൻ ഇവിടെ എന്തോ ചെയ്യാൻ പറഞ്ഞായിരുന്നു, ചെയ്തേ കേട്ടോ കറക്റ്റ് ആയിട്ട്.